യൂറോപ്യൻസിൻ്റെ ഉൾപ്രവേശനവും ഇന്ത്യയുടെ മേൽ ബ്രിട്ടീഷുകാർക്കുണ്ടായിട്ടുള്ള വിജയത്തിനെ കുറിച്ചിട്ടുമാണ് ഞാനിപ്പോൾ പറയുന്നത്. യൂറോപ്പിൻ്റെ പൗരസ്ത്യ വാണിജ്യത്തിലെ ഒരു പുതിയ ഘട്ടത്തിനെ കുറിച്ചിട്ട് നോക്കാം. യൂറോപ്പുമായിട്ടുള്ള ഇന്ത്യയുടെ കച്ചവട ബന്ധം ഗ്രീക്കുകാരുടെ പുരാതന ദിനങ്ങളിലേക്ക് നീളുന്നതാണ്. മധ്യകാലത്ത് യൂറോപ്പും ഇന്ത്യയും ദക്ഷിണപൂർവ്വ ഏഷ്യയും തമ്മിലുള്ള കച്ചവടം അനേകം മാർഗങ്ങളിലൂടെ നടന്നു പോന്നിരുന്നു. ഏഷ്യയുടെ ഭാഗത്തെ വാണിജ്യം അധികവും അറബി കച്ചവടക്കാരും പടയാളികളും നടത്തിയിരുന്നപ്പോൾ മധ്യധരണ്യായുടെ കുത്തക യൂറോപ്പിൻ്റെയും മധ്യധരണ്യായുടെയും ഭാഗത്തെ കച്ചവടം ഇറ്റലിക്കാരുടെ കുത്തകയായിരുന്നു. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ചരക്കുകൾ അനേകം രാജ്യങ്ങളിലൂടെ അനേകം കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നുവെങ്കിലും കച്ചവടം ലാഭകരമായിരുന്നു. 1453 ഏഷ്യ മൈനറും കോൺസ്റ്റാന്റിനോപ്പിളും ഓട്ടോമൻ തുർക്കികൾ കീഴടക്കിയതിനു ശേഷം പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള പുരാതന വാണിജ്യ മാർഗങ്ങൾ തുർക്കികളുടെ നിയന്ത്രണത്തിൽ വന്നു. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം വെനീസുകാരും ജനോവക്കാരുമായ കച്ചവടക്കാർ കൈയടക്കി വെക്കുകയും ചെയ്തു. പശ്ചിമ യൂറോപ്പിലെ പുതിയ രാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ചും സ്പെയിൻ, പോർച്ചുഗൽ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെ പുരാതന മാർഗങ്ങളിലൂടെയുള്ള വാണിജ്യത്തിൽ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അതിനാൽ പശ്ചിമ യൂറോപ്പിലെ രാജ്യങ്ങളും കച്ചവടക്കാരും ഇന്ത്യയിലേക്കും അന്ന് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെട്ടിരുന്ന ഇന്തോനേഷ്യയിലെ സ്പൈസ് ദ്വീപുകളിലേക്കും പുതിയതും സുരക്ഷിതവുമായിട്ടുള്ള കടൽ മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തിരിച്ചു. അങ്ങനെ അറബികളും വെനീസുകാരുമായിട്ടുള്ള കച്ചവടക്കാരുടെ കുത്തക തകർക്കാനും ശത്രുക്കളായ തുർക്കികളെ ഒഴിവാക്കാനും പൗരസ്ത്യ ദേശത്തേക്ക് നേരിട്ട് വാണിജ്യ ബന്ധങ്ങൾ തുറക്കുവാനും ഈ സ്പെയിന്, പോർച്ചുഗൽസ് തുടങ്ങിയ രാജ്യങ്ങൾ ആഗ്രഹിച്ചു. അതിനാൽ അവർ ഫുള്ള് എനർജി അതിന് കൊടുത്തിട്ട് 15-ാം നൂറ്റാണ്ടിൽ കപ്പൽ നിർമ്മാണത്തിലും നാവികശാസ്ത്രത്തിലും മുന്നേറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു അവരിൽ. അപ്പോൾ നവോത്ഥാനം പശ്ചിമ യൂറോപ്പിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ രീതിയിലുള്ള അഡ്വഞ്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ജനിപ്പിച്ചു, സാഹസിക ത്വര സൃഷ്ടിച്ചു. അങ്ങനെ പോർച്ചുഗലും സ്പെയിനുമാണ് ആദ്യത്തെ ചുവടുകൾ വെച്ചത്. അവരുടെ നാവികർ അവരുടെ ഗവൺമെൻറ്റിൻ്റെ സഹായത്താലും നിയന്ത്രണത്തിലും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഒരു കാലഘട്ടം തുടങ്ങി. 1492 സ്പെയിനിലെ കൊളംബസ് ഇന്ത്യയിലേക്ക് പുറപ്പെടുകയും അമേരിക്ക കണ്ടുപിടിക്കുകയും ചെയ്തു. 1498 പോർച്ചുഗലിലെ വാസ്കോ ഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുതിയതും കടലിലൂടെ മാത്രം ഉള്ളതുമായിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തി. അദ്ദേഹം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷാ മുനമ്പ്, ഇത് ആഫ്രിക്കയിലെ മുനമ്പാണ് കേട്ടോ, ആഫ്രിക്കയുടെ ഏറ്റവും താഴെ ഭാഗത്തിലെ. അപ്പോൾ ഇതുവഴി ആഫ്രിക്കയെ ചുറ്റി കടൽ മാർഗം സഞ്ചരിക്കുകയും കോഴിക്കോട് എത്തുകയും ചെയ്തു. അദ്ദേഹം തിരിച്ചെത്തിയത് തൻ്റെ യാത്രാ ചെലവിൻ്റെ 60 മടങ്ങ് മൂല്യമുള്ള കച്ചവട ചരക്കുകളുമായിട്ടായിരുന്നു. ഇവയും മറ്റ് നാവിക കണ്ടുപിടുത്തങ്ങളും ലോക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു. 17-18 നൂറ്റാണ്ടുകൾ ലോക വാണിജ്യത്തിൽ വൻതോതിലുള്ള വർധനയ്ക്ക് കാരണമായി. അമേരിക്ക എന്ന വിശാലമായ ഭൂഖണ്ഡം യൂറോപ്പിന് തുറന്നു കിട്ടുകയും യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ബന്ധത്തെ മൊത്തമായി മാറ്റിമറിക്കുകയും ചെയ്തു. ആദ്യകാല മൂലധന സമാഹരണത്തിൻ്റെ അഥവാ യൂറോപ്പിലെ രാജ്യങ്ങളുടെ സമ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ യൂറോപ്പുകാരുടെ ആഫ്രിക്കയിലേക്കുള്ള പ്രവേശനമായിരുന്നു. തുടക്കത്തിൽ ആഫ്രിക്കയിലെ സ്വർണവും ആനക്കൊമ്പുകളും വിദേശികളെ ആകർഷിച്ചു. എന്നാൽ താമസിയാതെ ആഫ്രിക്കയുമായിട്ടുള്ള വാണിജ്യം അടിമ കച്ചവടത്തെ ചുറ്റിപ്പറ്റിയായിട്ട് മാറി. 16-ാം നൂറ്റാണ്ടിൽ ഈ കച്ചവടം സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും കുത്തകയായിരുന്നു. പിന്നീട് ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് കച്ചവടക്കാരും ഇതിൽ അധീനത സ്ഥാപിച്ചു. ഓരോ വർഷവും, പ്രത്യേകിച്ചും 1650 അഥവാ 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം വെസ്റ്റ് ഇൻഡീസിലും വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ആയിരക്കണക്കിന് ആഫ്രിക്കക്കാർ അടിമകളായിട്ട് വിൽക്കപ്പെട്ടു. അടിമക്കപ്പലുകൾ യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി അവരെ ആഫ്രിക്കയുടെ തീരങ്ങളിൽ നിന്ന് പകരമായിട്ട് നീഗ്രോകളെ വാങ്ങി ഈ അടിമകളെ അറ്റ്ലാന്റിക്കിൻ്റെ അങ്ങേക്കരയിൽ കൊണ്ടുപോയിട്ട് കോളനികളിലെ തോട്ടങ്ങളിലോ ഖനികളിലോ ഉൽപ്പന്നങ്ങൾക്ക് പകരമായിട്ട് കൈമാറ്റം ചെയ്ത് ഒടുവിൽ അവിടെ നിന്ന് ഈ കോളനികളിലും ഖനികളിൽ നിന്നെല്ലാം കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി വിറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു ത്രികോണ രീതിയിലുള്ള കച്ചവടമാണ് അവർ ചെയ്തത്. ആദ്യം ആഫ്രിക്കയിലേക്ക് അവിടുന്ന് യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇട്ടിട്ട് വരുന്നു, അവിടുന്ന് അടിമകളെ എടുക്കുന്നു, അങ്ങനെ ഒരു മറ്റ് ഖനികളിലേക്കും തോട്ടങ്ങളിലേക്കും പോയി കൊടുക്കുന്നു, അവിടുന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് യൂറോപ്പിലേക്ക് തിരിച്ചുവിട്ട് അവിടെ കൊണ്ടുപോയി വിൽക്കുന്നു. അങ്ങനെ ഈ അടിമകളെ വിറ്റ് അവർ വളരെ വലിയ രീതിയിൽ വാണിജ്യ മേധാവിത്വം കരസ്ഥമാക്കി. ഈ ത്രികോണ വാണിജ്യത്തിൽ നിന്നുള്ള ഭീമമായ ലാഭത്തെ അടിസ്ഥാനമാക്കി ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും വാണിജ്യ മേധാവിത്വം ഉയർന്നു. പടിഞ്ഞാറൻ യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും സമൃദ്ധിയുടെ നല്ല ഭാഗത്തിൻ്റെയും ആധാരം അടിമ കച്ചവടത്തിനും അടിമകൾ വേല ചെയ്ത തോട്ടങ്ങളുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്.
അടിമ വ്യാപാരത്തിൻ്റെയും അടിമകൾ വേല ചെയ്തിരുന്ന തോട്ടങ്ങളുടെയും ലാഭങ്ങൾ 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ വ്യവസായ വിപ്ലവത്തിന് ആവശ്യമായിട്ടുള്ള മൂലധനം ഉണ്ടാക്കി കൊടുത്തു. ഇന്ത്യയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ധനവും ഇതേ രീതിയിൽ അവർക്ക് ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തിന് ആവശ്യമായിട്ടുള്ള മൂലധന സ്വരൂപത്തിന് സഹായിച്ചു. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ ഏഷ്യയുടെ പ്രദേശങ്ങളെ ഭേദിക്കുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്ത് വളരെ നീണ്ടൊരു പ്രക്രിയക്ക് യൂറോപ്പുകാരായ കച്ചവടക്കാരും പട്ടാളക്കാരും തുടക്കമിട്ടു. ഒരു നൂറ്റാണ്ടുകാലം ആത്യന്തിക ലാഭം കൊയ്തെടുത്ത പൗരസ്ത്യ വാണിജ്യത്തിൻ്റെ കുത്തക പോർച്ചുഗലിനായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ കൊച്ചിയിലും ഗോവയിലും ദിയുവിലും ദാമനിലും കച്ചവട കേന്ദ്രങ്ങൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചിരുന്നു. തുടക്കം മുതൽ പോർച്ചുഗീസുകാർ അഥവാ പറങ്കികൾ കച്ചവടത്തോടൊപ്പം തന്നെ ബലപ്രയോഗവും നടത്തി പോന്നിരുന്നു. കടലിൽ മേധാവിത്വം പുലർത്താൻ അവരെ പ്രാപ്തരാക്കിയിരുന്നത് അവരുടെ നാവിക ശക്തിയായിരുന്നു. വലിയ രീതിയിൽ അവർക്ക് ആയുധ കപ്പലുകളുണ്ടായിരുന്നു. ഒരു ചെറു സംഘം പറങ്കി പടയാളികളും നാവികരും മതിയായിരുന്നു ഏഷ്യയിലെയും ഇന്ത്യയിലെയും വളരെ ശക്തരായിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ കടലിനെ സുരക്ഷിതമാക്കിയിട്ട് വെക്കാൻ അവർക്ക് വേണ്ടത്. കപ്പലോട്ടത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുഗൾ ചക്രവർത്തിമാരിൽ നിന്നും കച്ചവട ആനുകൂല്യങ്ങളും മറ്റും കരസ്ഥമാക്കുന്നതിൽ ഈ പറഞ്ഞ പറങ്കികൾ വിജയിക്കുകയും ചെയ്തു. 1510 ഗോവ പിടിച്ചടക്കിയ വൈസ്രോയിയാണ് അൽഫോൻസോ ഡി അൽബുക്കർക്ക്. അയാളുടെ കീഴിൽ പേർഷ്യൻ ഗൾഫിലെ ഹോർമൂസ് മുതൽ മലയിലെ മലാക്കയും ഇന്തോനേഷ്യയിലെ സ്പൈസ് ദ്വീപുകളും വരെയുള്ള ഏഷ്യയുടെ തീരങ്ങളിലെ ആകമാനം പോർച്ചുഗീസുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. തീരങ്ങളിലെ ഇന്ത്യൻ പ്രദേശങ്ങൾ അവർ പിടിച്ചെടുക്കുകയും കച്ചവടവും ആധിപത്യവും വിസ്തൃതമാക്കാനും യൂറോപ്പുകാരായിട്ടുള്ള എതിരാളികളിൽ നിന്നും വാണിജ്യ കുത്തക കാത്തു സൂക്ഷിക്കുവാനും നിരന്തരം യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നു. കടൽ കൊള്ളയ്ക്കും വിമുഖത അവർ കാണിച്ചിരുന്നില്ല. മനുഷ്യത്വമില്ലായിരുന്നു, ക്രൂരത കാണിച്ചിരുന്നു. അവരുടെ സ്വഭാവം കാടത്തപൂർവമായിരുന്നു. അവർക്ക് ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഒരു നൂറ്റാണ്ടോളം നിലനിന്നിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന പുറംകടലിൽ ഉണ്ടായിരുന്ന നിയന്ത്രണവും അധികാരികളുടെയും പട്ടാളക്കാരുടെയും കർശന അച്ചടക്കവുമായിരുന്നു. മുഗൾ സ്വാധീനത്തിന് പുറത്തായിരുന്ന ദക്ഷിണേന്ത്യയിൽ മുഗൾ ശക്തി അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പോർച്ചുഗീസുകാർക്ക്. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ രണ്ടാമത്തെ പകുതി അഥവാ 1550 ശേഷം ഇംഗ്ലണ്ടും ഹോളണ്ടും ഫ്രാൻസൊക്കെ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ലോക വാണിജ്യത്തിലെ കുത്തകയ്ക്കെതിരായിട്ട് പോരാട്ടം നടത്തുകയും ഈ കുത്തകക്കാരായിരുന്ന പോർച്ചുഗലും സ്പെയിനും തോൽക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇംഗ്ലീഷുകാരും ഡച്ചുകാരുമായിട്ടുള്ള കച്ചവടക്കാർ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിലേക്ക് വരികയും കച്ചവടം നടത്തുകയും അഥവാ കിഴക്കിലേക്ക് വരികയും കച്ചവടം നടത്തുകയും ചെയ്തു. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുകയും ഡച്ച് സ്റ്റേറ്റ്സ് ജനറൽ അഥവാ ഡച്ച് പാർലമെൻറ്റ് യുദ്ധം ചെയ്യാനും സന്ധികളിൽ എത്തിച്ചേരാനും ഭൂഭാഗം നേടിയെടുക്കാനും കോട്ടകൾ കെട്ടാനും ഒക്കെ അധികാരപ്പെടുത്തിക്കൊണ്ട് അധികാരപത്രം ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുകയും ചെയ്തു. ഡച്ചുകാരുടെ താല്പര്യം ഇന്ത്യയിലായിരുന്നില്ല, ഇന്തോനേഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ ദ്വീപുകളിലായിരുന്നു കേട്ടോ. ദ്വീപുകളിലെ ജാവയും സുമാട്രയും സ്പൈസ് ദ്വീപുകളുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ പോർച്ചുഗീസുകാരെ മലൈ കടലിടുക്കിൽ നിന്നും അവർ ഇന്തോനേഷ്യൻ ദ്വീപുകളിൽ നിന്നെല്ലാം നാടുകടത്തി. അങ്ങനെ അവിടെ ആധിപത്യം സ്ഥാപിച്ചു ഡച്ചുകാർ. അങ്ങനെ ഡച്ചുകാർ അതിന് കൂടാതെ വാണിജ്യ ഡിപ്പോകൾ പശ്ചിമ ഇന്ത്യയിൽ ഗുജറാത്തിലെ സൂററ്റ്, ബ്രോച്ച്, കാംബെ, അഹമ്മദാബാദ്, കേരളത്തിലെ കൊച്ചി, മദ്രാസിലെ നാഗപട്ടണം, ആന്ധ്രയിലെ മസൂലിപ്പട്ടണം, ബംഗാളിലെ ചിൻസുര, ബീഹാറിലെ പട്ന, ഉത്തർപ്രദേശിലെ ആഗ്ര എന്നിവിടങ്ങളിലെല്ലാം സ്ഥാപിച്ചിരുന്നു. 1658 പോർച്ചുഗീസുകാരിൽ നിന്ന് ശ്രീലങ്കയും ഈ ഡച്ചുകാർ കൈവശപ്പെടുത്തി. ഇംഗ്ലീഷ് കച്ചവടക്കാരും അത്യാർത്തിയോടെ ഏഷ്യയുടെ വാണിജ്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. പോർച്ചുഗീസുകാരുടെ വിജയവും ഇടപാടും നടത്തിയിരുന്ന സമൃദ്ധിയുടെ ചരക്കുകളായിട്ടുണ്ടായിരുന്ന സുഗന്ധദ്രവ്യങ്ങൾ, കാലിക്കോ, പട്ട്, സ്വർണം, മുത്തുകൾ, ഔഷധങ്ങൾ, കളിമൺ പാത്രങ്ങൾ, ഐബണി എന്നിവയെല്ലാം നേടിയെടുക്കുകയും ഉയർന്ന ലാഭം ഇംഗ്ലീഷ് കച്ചവടക്കാർക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിൽ അവർക്ക് ഇത്തരം ലാഭങ്ങളെല്ലാം അവരുടെ സ്വപ്നങ്ങളെ തീ പിടിപ്പിച്ചു. കിഴക്കുമായിട്ട് കച്ചവടം ചെയ്യാൻ ഇംഗ്ലീഷ് സംഘടന അഥവാ കമ്പനി 1599 രൂപീകരിച്ചു. ഇത്തരം സാഹസിക കച്ചവടക്കാർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം കച്ചവടക്കാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. 1599 കേട്ടോ അവരുടെ കമ്പനി രൂപീകരിക്കുന്നത്. അങ്ങനെ കച്ചവടം രാജകീയ അധികാരപത്രവും പൗരസ്ത്യ നാട്ടിൽ കച്ചവടം ചെയ്യാനുള്ള മൊത്ത അധികാരവും 1600 ഡിസംബർ 31 എലിസബത്ത് രാജ്ഞി ഈ കമ്പനിക്ക് നൽകി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് പൊതുവെ അറിയപ്പെട്ടത് ഈ കമ്പനി. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് സൂററ്റിൽ ഒരു ഫാക്ടറി തുടങ്ങുന്നതിനും രാജാവിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ജഹാംഗീറിൻ്റെ രാജസദസ്സിലേക്ക് ക്യാപ്റ്റൻ ഹോക്കിൻസിനെ അയക്കാനും 1608 കമ്പനി തീരുമാനിച്ചു. അക്കാലത്തെ കച്ചവട ഡിപ്പോകൾക്ക് നൽകിയിരുന്ന പേരാണ് ഫാക്ടറി എന്നുള്ളത്. ഇതിനെ തുടർന്ന് പശ്ചിമ തീരത്തെ ധാരാളം സ്ഥലങ്ങളിൽ ഫാക്ടറികൾ
തുറക്കുന്നതിനുള്ള അനുവാദം രാജകീയ ഫർമൻ പ്രകാരം ഇംഗ്ലീഷ് കമ്പനിക്ക് ലഭിച്ചു. ഈ ആനുകൂല്യം കൊണ്ടൊന്നും തൃപ്തരായിരുന്നില്ല. 1615 ഇവരുടെ ദൂതനായിട്ടുള്ള സർ തോമസ് റോ മുഗൾ രാജസദസ്സിലെത്തുകയും മുഗൾ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കച്ചവടം ചെയ്യാനും ഫാക്ടറികൾ തുറക്കാനുമായിട്ട് രാജകീയ ഫർമൻ നേടിയെടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു തോമസ് റോ. പിന്നെ ബോംബെ ദ്വീപ് 1662 പോർച്ചുഗീസുകാർ ബോംബെ ദ്വീപ് പോർച്ചുഗീസ് രാജകുമാരിയെ വിവാഹം ചെയ്ത അവസരത്തിൽ സ്ത്രീധനമായിട്ട് ചാൾസ് രണ്ടാമൻ രാജാവിന് നൽകിയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഗോവ, ദാമൻ ദിയു എന്നിവയൊക്കെ എല്ലാ അധീന പ്രദേശങ്ങളും പോർച്ചുഗീസുകാർക്ക് നഷ്ടമാവുകയും ഇന്തോനേഷ്യൻ ദ്വീപുകളിലെ സുഗന്ധദ്രവ്യ കച്ചവടം ഭാഗിച്ചെടുക്കുന്നതിന് ചൊല്ലി ഇംഗ്ലീഷ് കമ്പനിയും ഡച്ച് കമ്പനിയും തമ്മിൽ പിണക്കത്തിലാവുകയും ഈ രണ്ട് ശക്തികളും തമ്മിൽ ഇന്ത്യയിൽ കൂടെ യുദ്ധമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ 1654 തുടങ്ങിയ ഈ സംഘർഷം 1667 വരെ നീണ്ടു നിന്നു. ഈ വർഷം ഇംഗ്ലീഷുകാർ ഇന്തോനേഷ്യയിലെ എല്ലാ അവകാശവാദങ്ങളും ഉപേക്ഷിച്ചപ്പോൾ ഇന്ത്യയിലെ ഇംഗ്ലീഷ് പ്രദേശങ്ങളെ ശല്യപ്പെടുത്തില്ല എന്ന് ഡച്ചുകാർ സമ്മതിക്കുകയും ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും വളർച്ചയെക്കുറിച്ചിട്ട് നോക്കാം. ഇന്ത്യയിലെ വളരെ ലളിതമായ തുടക്കമായിരുന്നു ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നത്. 1623 കൂടി ഫാക്ടറികൾ, അഥവാ ഈ ഫാക്ടറികൾ എന്ന് പറയുമ്പോൾ കച്ചവട താവളങ്ങളാണ് കേട്ടോ. അത് സൂററ്റിലും ബ്രോച്ചിലും അഹമ്മദാബാദിലും ആഗ്രയിലും മസൂലി പട്ടണത്തിലെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. തുടക്കം മുതലേ അവരുടെ ഫാക്ടറി സ്ഥിതി ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ കച്ചവടവും നയതന്ത്രവും അതോടൊപ്പം യുദ്ധവും ഭൂപ്രദേശങ്ങളുടെ നിയന്ത്രണവും ഒന്നിച്ചു കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു പോന്നിരുന്നു. ഇന്ത്യക്കാരുടെ ശക്തമായ ഭരണത്തെ നേരിടേണ്ടി വരാതിരുന്നത് കൊണ്ട് ഇംഗ്ലീഷുകാർക്ക് ദക്ഷിണേന്ത്യയിലെ അവസ്ഥ കൂടുതൽ അനുകൂലമായിരുന്നു. കാരണം ഇന്ത്യക്കാരുടെ മെയിൻ റൂളേഴ്സൊന്നും ദക്ഷിണേന്ത്യയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പം ദക്ഷിണേന്ത്യയെ അവർക്ക് ഫ്രീ ആയിട്ട് എടുക്കാം, ദക്ഷിണേന്ത്യയുമായിട്ട് കച്ചവടം നടത്താമായിരുന്നു. വിജയനഗര സാമ്രാജ്യം 1565 അട്ടിമറിക്കപ്പെടുകയും തലസ്ഥാനത്ത് ചെറുതും ദുർബലവുമായിട്ടുള്ള ഏതാനും രാജ്യങ്ങൾ നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താനും ആയുധശക്തി കാണിച്ച് അത്ഭുതപ്പെടുത്തുവാനും എളുപ്പമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷുകാർ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് 1611 മസൂലി പട്ടണത്തിലാണ് കേട്ടോ. 1599 അഥവാ 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇംഗ്ലീഷ് സംഘടന അഥവാ കമ്പനി സ്ഥാപിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ 1611 ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷുകാർ ഫാക്ടറി തുടങ്ങിയത്. ഇത് മസൂലി പട്ടണത്തിലാണ്. അവർ വേഗം പ്രവർത്തന കേന്ദ്രം മദ്രാസിലേക്ക് മാറ്റി. മദ്രാസ് അവർക്ക് 1639 പ്രാദേശിക രാജാവ് ദീർഘകാല അവകാശമായിട്ട് നൽകിയതാണ്. തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൽ പകുതി നൽകണമെന്ന ഉപാധിയിലായിരുന്നു രാജാവ് അവർക്ക് നൽകിയത് ഇംഗ്ലീഷുകാർക്ക്. അവരെ രാജാവ് അധികാരപ്പെടുത്തി. ഇവിടെ ഫാക്ടറിക്ക് ചുറ്റും ഇംഗ്ലീഷുകാർ ചെറിയ കോട്ട കെട്ടിയിരുന്നു കേട്ടോ മദ്രാസിൽ. ലാഭകുതിയന്മാരായ കച്ചവടക്കാരുടെ ഈ കമ്പനി സ്വന്തം രാജ്യം ആക്രമിച്ച് കീഴടക്കുന്നതിൻ്റെ ചെലവ് ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ വഹിപ്പിക്കണമെന്ന് തുടക്കം മുതലേ ഈ കമ്പനിയിലുള്ളവർക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നതിന് ഉദാഹരണമാണ് കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് മദ്രാസിലെ അധികാരികൾക്ക് 1653 എഴുതിയിട്ടുള്ള ഈ കാര്യം. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കോട്ടയുടെയും പട്ടണത്തിൻ്റെയും പ്രതിരോധം ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ഇന്ത്യക്കാരനായ ഒരു രാജാവിനോ ഇന്ത്യയിലെ ഡച്ചു ശക്തിക്കോ കീഴ്പ്പെടുത്താൻ കഴിയാത്തത്ര ആകും വിധം ശക്തമായി. എന്നാൽ ഇത്തരം പണികളുടെ മുഴുവൻ തുകയും നാട്ടുകാരെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിക്കുന്ന നിങ്ങളുടെ ഏർപ്പാട് ഏറ്റവും മൃദുവായിട്ട് തന്നെ തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് മദ്രാസിലെ കമ്പനി ഉദ്യോഗസ്ഥർക്ക് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എഴുതിയിട്ടുള്ളത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അപ്പോൾ അവരുടെ ആ നയം ഇന്ത്യക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ സാമ്പത്തികമായിട്ട് കീഴടക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചെലവും ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ വഹിക്കണം എന്നാണ് ഇതിൻ്റെ ഉള്ളടക്കം. അങ്ങനെ 1668 അഥവാ 17-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ബോംബെ ദ്വീപ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാങ്ങി. ഉടൻ തന്നെ കോട്ട കെട്ടുകയും ചെയ്തു. ഇംഗ്ലീഷുകാർ ബോംബെയിൽ വലിപ്പമുള്ളതും പ്രതിരോധിക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള തുറമുഖം കണ്ടെത്തി. ഇക്കാരണത്താലും ഉയർന്നു വരുന്ന മറാത്ത ശക്തിയാൽ ഇംഗ്ലീഷ് കച്ചവടം ഭീഷണി നേരിട്ടു എന്നതിനാലും പശ്ചിമ തീരത്തെ കമ്പനിയുടെ ആസ്ഥാനം എന്ന നിലയിൽ സൂററ്റിനെ മറികടന്നിട്ട് ബോംബെ ആ സ്ഥാനം ഏറ്റെടുത്തു. പൂർവ്വ ഇന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനി ആദ്യ ഫാക്ടറികൾ തുടങ്ങുന്നത് 1633 ഒറീസയിലാണ് തുടങ്ങുന്നത്. ബംഗാളിലെ ഹൂഗ്ലിയിൽ കച്ചവടം നടത്താൻ 1651 അനുവാദം നൽകപ്പെട്ടു. അങ്ങനെ താമസിയാതെ ബീഹാറിലെ പട്നയിലും ഒറീസയിലെ ബാലേശ്വറിലും ബംഗാളിലെ ധാക്കയിലും മറ്റിടങ്ങളിലും ഫാക്ടറികൾ തുറന്നു. അങ്ങനെ ബംഗാളിലും സ്വതന്ത്രമായ കേന്ദ്രം ഉണ്ടാകണമെന്ന് കമ്പനി ആഗ്രഹിച്ചിരുന്നു. ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കുന്നതിനെ പറ്റി സ്വപ്നം കണ്ടു.
കച്ചവടത്തിൽ സ്വാതന്ത്ര്യം മുഗളരെ കൊണ്ട് ബലമായിട്ട് അനുവദിപ്പിക്കുവാനും കുറഞ്ഞ വിലക്ക് വിൽക്കാനും കൂടിയ വിലക്ക് വാങ്ങാൻ ഇന്ത്യക്കാരെ നിർബന്ധിക്കാനും എതിരാളികളായ യൂറോപ്പിൽ നിന്നുള്ള കച്ചവടക്കാരെ അകറ്റി നിർത്താനും ഇന്ത്യയിലെ രാജാക്കന്മാരുടെ സ്വാധീനമില്ലാതെ കച്ചവടം നടത്തിക്കൊണ്ടുപോകാനും സാധ്യമാകുമെന്ന് അവർ സ്വപ്നം കണ്ടു. രാഷ്ട്രീയ അധികാരം നേടിയെടുത്താൽ ഇതെല്ലാം സാധ്യമാകും എന്ന് അവർ സ്വപ്നം കണ്ടു. ഇത് ലാൻഡ് റവന്യൂ, ഭൂവരുമാനം അഥവാ ഭൂനികുതി കൈക്കലാക്കുക എന്നുള്ളതും ഇന്ത്യയെ കീഴടക്കാനും രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കും, ഇന്ത്യയിലെ ഭൂനികുതി കൈക്കലാക്കുക എന്നുള്ളത്. അപ്പം അക്കാലത്ത് ഇത്തരം പദ്ധതികൾ പരസ്യമായി മുന്നോട്ട് വെച്ചിരുന്നു. 1657 ഡയറക്ടർമാർ മദ്രാസിലെ ഗവർണറെ ഇങ്ങനെ ഉപദേശിച്ചു: വരുന്ന കാലമെല്ലാം ഇന്ത്യയിലെ വലുതും സുസ്ഥിരവും ഉറപ്പുള്ളതുമായ ഇംഗ്ലീഷ് അധികാരത്തിൻ്റെ അടിസ്ഥാനമെന്ന നിലയിൽ ഉദ്യോഗസ്ഥ സൈനിക ശക്തികളെ സൃഷ്ടിക്കാനും ഉറപ്പോടെ പരിപാലിക്കാനും കഴിയുന്ന നയങ്ങൾ ഇവ രണ്ടിനെയും സംബന്ധിച്ച് കൈക്കൊള്ളുക എന്ന്. ഇതെല്ലാം ഞാൻ പറയുന്നത് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബിപിൻ ചന്ദ്രൻ്റെ പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ. 1686 ഹൂഗ്ലി കൈക്കലാക്കി ചക്രവർത്തിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം ഇംഗ്ലീഷുകാരും മുഗൾ ചക്രവർത്തിമാരും തമ്മിൽ ശത്രുതയിലായി. പക്ഷേ ഇംഗ്ലീഷുകാർ സാഹചര്യത്തെ തെറ്റായി മനസ്സിലാക്കുകയും മുഗൾ ശക്തിയെ കുറച്ച് കാണുകയും ചെയ്തു. ഔറംഗസീബിനു കീഴിൽ അന്നും മുഗൾ സാമ്രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശക്തമായിട്ടുള്ള ഒരു ശക്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഔറംഗസീബിന് കീഴിലുള്ള മുഗൾ സാമ്രാജ്യം. അപ്പോഴും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചു സൈന്യങ്ങളെക്കാൾ എത്രയോ മികച്ചതായിരുന്നു ഔറംഗസീബിൻ്റെ കീഴിലുള്ള സൈന്യം എന്ന് പറയുന്നത്. ആ യുദ്ധം അവരെ തകർത്തു കളഞ്ഞു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ അവരെ ബംഗാളിലെ ഫാക്ടറികളിൽ നിന്ന് ഓടിച്ചു വിടുകയും ഗംഗയുടെ അഴിമുഖത്ത് മലമ്പനി ബാധിതമായിട്ടുള്ള ദ്വീപിൽ അഭയം തേടാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. സൂററ്റ്, മസൂലിപട്ടണം, വിശാഖപട്ടണം എന്നിവിടങ്ങളിലെ ഫാക്ടറികൾ പിടിച്ചെടുക്കുകയും ബോംബെയിലെ കോട്ടയെ വലയം ചെയ്യുകയും ചെയ്തു. മുഗൾ ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും വിധേയരാവുകയും ഇനി ചെയ്തു പോയ ആക്രമണങ്ങൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ രാജാക്കന്മാരുടെ സംരക്ഷണയിൽ കച്ചവടം ചെയ്യാനുള്ള സന്നദ്ധത അവർ അറിയിച്ചു. അങ്ങനെ പാഠം പഠിച്ചു എന്നുള്ളത് വ്യക്തമാണ് ഈ മുഗൾസുമായിട്ട് ആദ്യത്തെ ഇടപെടൽ. അങ്ങനെ അവർ വീണ്ടും വിനീത അഭ്യർത്ഥനകളെല്ലാം നടത്തിക്കൊണ്ട് കച്ചവടം ചെയ്യാൻ തുടങ്ങി. ഇംഗ്ലീഷുകാരുടെ വിഡ്ഢിത്തം മുഗൾ അധികാരികൾ പെട്ടെന്ന് ക്ഷമിച്ചു. നിരുപദ്രവകാരികളാണ് എന്ന് തോന്നിക്കുന്ന വിദേശികളായ കച്ചവടക്കാർ ഒരു ദിവസം രാജ്യത്തിന് ഗൗരവമായ ഭീഷണിയായി തുടരുമെന്ന് അവർക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. അതിനു പകരം കമ്പനി നടത്തിപ്പോന്ന വിദേശ വാണിജ്യം ഇന്ത്യയിലെ കൈത്തൊഴിലുകാരെയും കച്ചവടക്കാരെയും സഹായിക്കുന്നു എന്ന്, ആ കൂട്ടത്തിൽ രാജ്യഭണ്ഡാരത്തെ സമ്പന്നമാക്കുന്നു എന്നായിരുന്നു അന്നത്തെ രാജാക്കന്മാർ മുഗൾസുകളും കരുതിയിരുന്നത്. കരയിൽ ദുർബലരായിരുന്നുവെങ്കിലും നാവിക മേധാവിത്വം മൂലം ഇറാൻ, പശ്ചിമേഷ്യ, ഉത്തരാഫ്രിക്ക, പൂർവ്വ ഏഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യക്കാരുടെ വാണിജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ളവരായിരുന്നു ഇംഗ്ലീഷുകാർ. അതിനാൽ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം അടച്ച് കച്ചവടം തുടർന്നു കൊള്ളുവാൻ ഔറംഗസീബ് അവരെ അനുവദിച്ചു. 1698 അഥവാ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങളുടെ സമീന്ദാരി കമ്പനി കൈവശപ്പെടുത്തി ഫാക്ടറിക്ക് ചുറ്റും വില്യം കോട്ട പണിതു. ഇത് നമ്മുടെ കൽക്കട്ടൻ്റെ തൊട്ടടുത്താണ് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് വില്യം കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള കോട്ട പണിയുന്നത്. അപ്പോൾ ഈ കോട്ടയാണ് പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗള തകർക്കുന്നത്. ഈ ഗ്രാമങ്ങൾ വേഗത്തിൽ നഗരമായിട്ട് വളരുകയും കൽക്കട്ട എന്നറിയപ്പെടുകയും ചെയ്തു. 1691 ലഭ്യമായ പദവികൾ ഉറപ്പിച്ചുകൊണ്ടും ഗുജറാത്തിലേക്കും ഡക്കാനിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടും ഫറൂഖ് സിയാർ ചക്രവർത്തി ഒരു ഫർമൻ നേടിയെടുക്കുകയും ചെയ്തു. പിന്നീട് പ്ലാസി ബക്സർ യുദ്ധത്തിൻ്റെ ഒക്കെ കാരണമായിട്ട് വരുന്നത് ഈ ഫർമൻ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ആണ്. ഇതിൽ ദാസ്തക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രീ പാസുകൾ ലഭിക്കുന്നുണ്ട് കമ്പനീൻ്റെ കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യുകയും കമ്പനിയിലെ സ്വകാര്യ കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 1717 ഫർമനാണ് മെയിനായിട്ട് ബംഗാൾസിലെ നവാബുമായിട്ട് ഇഷ്യൂസ് വരാനുള്ള കാരണമാവുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ബംഗാൾ ഭരിച്ചത് മുർഷിദ് കുലി ഖാൻ, അലിവർദി ഖാൻ തുടങ്ങിയ ശക്തരായിട്ടുള്ള നവാബുമാരായിരുന്നു. ഇംഗ്ലീഷ് കച്ചവടക്കാർക്കുമേൽ അവർ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുകയും പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. കൽക്കട്ടയിലെ കോട്ടകൾ കൂടുതൽ ശക്തമാക്കാനോ നഗരത്തെ സ്വതന്ത്രമായി ഭരിക്കുവാനോ അവരെ അനുവദിച്ചില്ല. ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നവാബിൻ്റെ ഒരു സമീന്ദാറായി മാത്രം തുടരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബംഗാളിൽ കമ്പനിയുടെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ നടക്കാതെ പോയെങ്കിലും മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ കമ്പനിയുടെ കച്ചവടം അഭിവൃദ്ധി പ്രാപിച്ചു. ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയുടെ ഇറക്കുമതി 1708 5 ലക്ഷം പൗണ്ടിൽ നിന്നും 1740 17,95,000 പൗണ്ടായിട്ട് വർദ്ധിച്ചു.
മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾ വികസിച്ചു കൊണ്ടിരുന്ന നഗരങ്ങളുടെ കേന്ദ്രങ്ങളായിട്ട് മാറി. ഇന്ത്യക്കാരായ അനേകം കച്ചവടക്കാരും പണമിടപാടുകാരും ഈ നഗരങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇത് ഭാഗികമായി നഗരത്തിൽ ലഭ്യമായിരുന്ന പുതിയ കച്ചവട അവസരങ്ങൾ കൊണ്ടും ഭാഗികമായി മുഗൾ സാമ്രാജ്യത്തിൻ്റെ വിഘടനത്താൽ പുറത്തു നിന്ന അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും കൊണ്ടും ആയിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ജനസംഖ്യ മദ്രാസിൽ 3 ലക്ഷം, കൽക്കട്ടയിൽ 2 ലക്ഷം, ബോംബെയിൽ 70,000 എന്നിങ്ങനെയായിട്ട് വർദ്ധിച്ചു. 1600-ലെ ചാർട്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശുഭപ്രതീക്ഷ മുനമ്പിന് കിഴക്കോട്ടും വാണിജ്യം നടത്താനുള്ള പദവി മൊത്തമായിട്ട് 15 വർഷത്തേക്ക് നൽകി. കമ്പനി തങ്ങളിലേക്ക് മാത്രം അടഞ്ഞുകിടന്ന ഒരു കോർപ്പറേഷനായി കുത്തകയോ ആയിട്ട് മാറി. ഇന്ത്യയിൽ കമ്പനിയുടെ ഒരു ഫാക്ടറി സാധാരണഗതിയിൽ സംഭരണശാലകളും ഓഫീസുകളും ഉദ്യോഗസ്ഥരുടെ ഭവനങ്ങളും ഉൾക്കൊള്ളുന്നതും കോട്ട കെട്ടി തിരിച്ചതുമായിട്ടുള്ള പ്രദേശമായിരുന്നു. യാതൊരു വിധത്തിലുള്ള ഉൽപ്പാദനം, പ്രൊഡ്യൂസിങ് കാര്യങ്ങളും ഈ ഫാക്ടറികളിൽ നടന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് വളരെ താഴ്ന്ന ശമ്പളമാണ് നൽകിയിരുന്നത്. ഇന്ത്യയിൽ സേവനം ചെയ്യുന്നതിന് താല്പര്യം കാണിക്കാൻ കാരണമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ വരുമാനം ലഭിച്ചത് രാജ്യത്തിനുള്ളിൽ സ്വകാര്യ കച്ചവടം നടത്തിക്കൊണ്ടു പോകുവാൻ അനുവദിച്ചതിൽ നിന്നുമായിരുന്നു. അതേസമയം ഇന്ത്യക്കും യൂറോപ്പിനും മധ്യയുള്ള വാണിജ്യം കമ്പനിക്ക് മാത്രമുള്ളതായിട്ട് ഉണ്ടായിരുന്നു. ഇനി ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രാദേശിക കീഴടക്കലിൻ്റെയും രാഷ്ട്രീയ മേധാവിത്വത്തിൻ്റെയും പദ്ധതികൾ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഔറംഗസീബിനാൽ തടയപ്പെട്ടത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ വ്യക്തമായ തകർച്ചയിൽ 1740-കളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു. കേന്ദ്രാധികാരത്തിൻ്റെ തകർച്ച നാദിർഷായുടെ ആക്രമണങ്ങൾ വെളിപ്പെടുത്തി. നാദിർഷ എന്ന് പറയുമ്പം ഇവിടുന്ന് പുറത്തുനിന്ന് വന്ന ആളാണ്. അഫ്ഗാനിസ്ഥാൻ വഴി പേർഷ്യയിൽ നിന്നാണ് അയാൾ വരുന്നത്, ഇറാനിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ അയാൾ വന്നിട്ട് അയാൾ ആക്രമണം നടത്തി ഡൽഹീനെ കൊള്ളയടിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഊർജ്ജസ്വലരായിട്ടുള്ള മറാത്തർ അധികാരത്തിലിരുന്ന പശ്ചിമ ഇന്ത്യയിലും അലിവർദി ഖാൻ കർശന നിയന്ത്രണം പുലർത്തിയിരുന്ന പൂർവ്വ ഇന്ത്യയിലും വിദേശ ശക്തിയുടെ ഇടപെടലിന് സാധ്യതയുണ്ടായിരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ വിദേശികളായ സാഹസികർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഔറംഗസീബിൻ്റെ മരണത്തോടെ കേന്ദ്രാധികാരം അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയും 1748 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ നിസാമുൽ മുൾക്ക് അസഫ് ജായുടെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ ശക്തമായ ഹസ്തം പിൻവാങ്ങുകയും ചെയ്തു. അതോടൊപ്പം മറാത്ത മുഖ്യന്മാർ ചൗത്തിനും വേണ്ടിയിട്ട് ഹൈദരാബാദും മറ്റു ദക്ഷിണ ഭാഗങ്ങളും ആക്രമിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയമായി അസ്ഥിരതയും ഭരണപരമായ കുത്തഴിഞ്ഞ അവസ്ഥയിലും എത്തിച്ചു ഇത്തരം മറാത്ത മുഖ്യന്മാരുടെ ആക്രമണങ്ങൾ. പിന്തുടർച്ചയ്ക്കായി സഹോദരങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളും മുഴുകിയിരിക്കുകയായിരുന്നു കർണാട്ടിക് പറയുമ്പം നമ്മളെ ഹൈദരാബാദ്, മൈസൂർ, പിന്നെ നമ്മൾ ദക്ഷിണേന്ത്യയല്ല മൈസൂർ, അങ്ങനെ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനവും നിയന്ത്രണവും വ്യാപിപ്പിക്കുവാൻ ഈ സാഹചര്യങ്ങൾ വിദേശികൾക്ക് അവസരമൊരുക്കി. കച്ചവട രാഷ്ട്രീയ അവകാശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഇംഗ്ലീഷുകാർ തനിച്ചായിരുന്നില്ല. നമ്മൾ പറയുന്ന ഫ്രാൻസുകാരും ഉണ്ടായിരുന്നു കേട്ടോ. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായിട്ടുള്ള ശത്രുക്കളെ അവർ ഇല്ലാതാക്കി. എന്നാൽ പുതിയൊരു എതിരാളിയായിട്ട് ഫ്രാൻസ് വന്നു. 1744 to 1763 വരെ 20 വർഷം ഫ്രാൻസുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഇന്ത്യയിലെ കച്ചവടത്തിന് ധനത്തിനു വേണ്ടിയിട്ട് യുദ്ധം നടത്തി. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. 64-ലാണ് രൂപീകരിച്ചത്. കൽക്കട്ടയ്ക്ക് സമീപം ചന്ദർനഗറിലും പൂർവ്വ തീരത്ത് പോണ്ടിച്ചേരിയിലും അവർ സ്ഥാനമുറപ്പിച്ചു. പോണ്ടിച്ചേരി പൂർണ്ണമായിട്ട് കോട്ട കിട്ടിയതായിരുന്നു. പൂർവ്വ പശ്ചിമ തീരങ്ങളിലെ പല തുറമുഖങ്ങളിലും ഫ്രഞ്ച് കമ്പനിക്ക് കോട്ടകളുണ്ടായിരുന്നു. കമ്പനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ്, റിയൂണിയൻ ദ്വീപുകൾക്ക് മേലും നിയന്ത്രണം നേടിയിരുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് ഗവൺമെൻറ്റിനെ വളരെയധികം ആശ്രയിച്ചിരുന്നു. രാജ്യഭണ്ഡാരത്തിൽ നിന്നും ധനസഹായങ്ങളും കടവും നൽകിയും മറ്റനേകം രീതിയിലും ഫ്രഞ്ച് സർക്കാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ചു പോന്നു. അതിൻ്റെ ഫലമായി സർക്കാർ കമ്പനിയെ നിയന്ത്രിക്കുകയും 1723 ശേഷം ഡയറക്ടർമാരെ നിയമിക്കുകയും ചെയ്തു. രാജ്യം കമ്പനിയെ നിയന്ത്രിച്ചത് വിനാശകരമായിട്ട് തീർന്നു. ആ കാലത്ത് ഫ്രഞ്ച് സർക്കാർ ഏകാധിപത്യവും അർദ്ധ ഫ്യൂഡലും ജനവിരുദ്ധവും അഴിമതി നിറഞ്ഞതും കാര്യപ്രാപ്തിയില്ലാത്തതും സ്ഥിരതയും ഇല്ലാത്തതായിരുന്നു. പുരോഗമനപരമായി ചിന്തിക്കുന്നതിന് പകരം നശിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യത്തോട് കെട്ടുപിണഞ്ഞു കിടന്നതും ആ കാലത്തിന് യോജിക്കാത്തതുമായിട്ടുള്ള ചിന്താഗതിയായിരുന്നു ഫ്രാൻസിലെ ഗവൺമെൻറ്റിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തരമൊരു രാജ്യത്തിൻ്റെ നിയന്ത്രണം കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ അഥവാ 1742 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യൂറോപ്പിലെ യുദ്ധം ഇന്ത്യയിലേക്കും പടരുകയും 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനികളും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. 1748 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. 42 തുടങ്ങി 48 അവസാനിച്ചു. യുദ്ധം തീർന്നെങ്കിലും കച്ചവടത്തിലും ഇന്ത്യയിലെ പ്രദേശങ്ങളെ ചൊല്ലിയിട്ടുള്ള മത്സരങ്ങളും തുടർന്നു.
അത് തീരുമാനിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറി. ഈ സമയത്ത് പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് ഗവർണർ ജനറൽ ആയിരുന്നു, ഹീസ് വെരി ക്ലവർ, ഡ്യൂപ്ലെ. ഒരു പുതിയ സമീപനം കൈക്കൊണ്ടു. അയാളാണ് മറ്റേ പ്ലാൻ ഇടുന്നത്, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള പ്ലാൻ ഇടുന്ന ആളാണ് ഡ്യൂപ്ലെ. അയാൾ ഫ്രഞ്ച് ഗവർണർ ജനറൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ അയാൾ അച്ചടക്കമുള്ളതും ആധുനികവുമായിട്ടുള്ള ഫ്രഞ്ച് സേനയെ ഉപയോഗിച്ച് ഇന്ത്യയിലെ രാജാക്കന്മാർ തമ്മിലുള്ള കലഹങ്ങളിൽ ഇടപെട്ടു ഒരാൾക്കെതിരെ മറ്റൊരാളെ സഹായിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട്, വാണിജ്യപരമായിട്ടും പ്രാദേശികമായിട്ടും ആനുകൂല്യങ്ങളും വിജയിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാദേശിക രാജാക്കന്മാരുടെയും നവാബുമാരുടെയും മുഖ്യന്മാരുടെയും സൈന്യങ്ങളിലും ഫ്രഞ്ചുകാരുടെ താൽപ്പര്യ സംരക്ഷണത്തിന് ഉപയോഗപ്പെടുത്തുവാനും ഇംഗ്ലീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തുവാനും ഈ ഡ്യൂപ്ലെ പദ്ധതിയൊരുക്കി. ഈ തന്ത്രം വിജയിക്കുന്നതിനുള്ള ഏക തടസ്സം ഇന്ത്യയിലെ വിദേശ ഇടപെടൽ അനുവദിക്കുന്നതിനുള്ള ഇന്ത്യയിലെ രാജാക്കന്മാരുടെ വൈമുഖ്യമായിരുന്നു. എന്നാൽ ദേശസ്നേഹമായിരുന്നില്ല ഇന്ത്യയിലെ രാജാക്കന്മാരെ നയിച്ചത്, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മൾ പറയുന്ന ഈ നാഷണലിസം എന്ന് പറയുന്ന സംഭവം, ദേശീയത ബോധം അന്നില്ലായിരുന്നു. ഒരുപക്ഷെ ഈ പ്രാദേശിക ബോധം ഉണ്ടായിരിക്കും, റീജിയണലിസം ഉണ്ടായിരിക്കാം. കാരണം ഓരോ രാജാവ് ഭരിക്കുന്ന പ്രദേശങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ, രാജാവ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഭരിച്ച, എന്താ പറയുക, നല്ല രീതിയിൽ ഭരണം നടത്തിയവരായിരുന്നില്ല എല്ലാവരും. അപ്പോൾ ജനങ്ങൾക്കും ഇവരോട് വലിയ താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നേട്ടങ്ങളുടെ പിന്നാലെ ഇടുങ്ങിയ മനസ്സോടെയുള്ള പാച്ചിലായിരുന്നു രാജാക്കന്മാരെല്ലാം. ആഭ്യന്തര വരികളുമായിട്ട് കണക്ക് തീർക്കാൻ വിദേശികളുടെ സഹായം ക്ഷണിക്കുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. 1748 ഡ്യൂപ്ലെയുടെ തന്ത്രങ്ങൾക്ക് സാധ്യത നൽകിയ ഒരവസ്ഥ കർണാട്ടിക്കിലും ഹൈദരാബാദിലും ഉണ്ടായി. കർണാട്ടിക്കിൽ ചന്ദ സാഹിബ് നവാബായ അൻവറുദ്ദീന് എതിരായിട്ട് ഗൂഢാലോചന നടത്തി. അപ്പോൾ നമ്മൾ പറയുന്നത് കർണാട്ടിക്കിൽ ചന്ദ സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നവാബായിട്ടുള്ള അൻവറുദ്ദീന് എതിരെ ഗൂഢാലോചന നടത്തി തുടങ്ങി. ഹൈദരാബാദിൽ നിസാമുൽ മുൽക്ക് അസഫ് ജായുടെ മരണശേഷം മകൻ നസീർ ജംഗും പൗത്രനായിട്ടുള്ള മുസാഫർ ജംഗും തമ്മിൽ ആഭ്യന്തര യുദ്ധമുണ്ടായി. ഡ്യൂപ്ലെ ഈ അവസരം മുതലെടുക്കുകയും ചന്ദ സാഹിബും മുസാഫർ ജംഗുമായിട്ട് രഹസ്യ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ഫ്രഞ്ചുകാരും ഇന്ത്യക്കാരും അടങ്ങിയ ഒരു സേനയെ കൊണ്ട് അവരെ സഹായിക്കുക എന്നായിരുന്നു ഈ ഡ്യൂപ്ലെയുടെ കരാറ്. അങ്ങനെ 1749 3 സഖ്യങ്ങളും ചേർന്ന് അമ്പൂരിനടുത്തുള്ള യുദ്ധത്തിൽ വെച്ച് അൻവറുദ്ദീനെ പരാജയപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്തു. അൻവറുദ്ദീൻ എന്ന് പറയുന്നത് നമ്മളെ കർണാട്ടിക്കിലെ നവാബായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചന്ദ സാഹിബിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അൻവറുദ്ദീനെ കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ അൻവറുദ്ദീൻ്റെ മകൻ മുഹമ്മദ് അലി തൃശ്ശീനാപള്ളിയിലേക്ക് ഒളിച്ചോടി. കർണാട്ടിക്കിൻ്റെ ശേഷമുള്ള ഭാഗങ്ങൾ ചന്ദ സാഹിബിൻ്റെ നിയന്ത്രണത്തിലായി. അതിന് പ്രതിഫലമായിട്ട് ഫ്രഞ്ചുകാർക്ക് പോണ്ടിച്ചേരിക്ക് ചുറ്റുമുള്ള 80 ഗ്രാമങ്ങളാണ് ചന്ദ സാഹിബ് നൽകിയത്. ഹൈദരാബാദിലും ഫ്രഞ്ചുകാർ വിജയിച്ചു. നസീർ ജംഗ് കൊല്ലപ്പെടുകയും മുസാഫർ ജംഗ് അഥവാ പൗത്രനായിട്ടുള്ള മുസാഫർ ജംഗ് വിജയിക്കുകയും ചെയ്തു. ഹൈദരാബാദിലെ നിസാമായിട്ടുണ്ടായിരുന്ന നിസാമുൽ മുൽക്ക് അസഫ് ജായുടെ മകനായിട്ടുള്ള നസീർ ജംഗ് മരണപ്പെടുകയും പൗത്രനായിട്ടുള്ള മുസാഫർ ജംഗ് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ മുസാഫർ ജംഗ് ഡെക്കാനിലെ നിസാമാവുകയും ചെയ്തു. പോണ്ടിച്ചേരിക്കടുത്തുള്ള പ്രദേശങ്ങളും പ്രശസ്തമായ മസൂലി പട്ടണവും ഫ്രഞ്ച് കമ്പനിക്ക് പ്രതിഫലമായിട്ട് പുതിയ നിസാമായിട്ടുള്ള മുസാഫർ ജംഗ് നൽകുകയും ചെയ്തു. അദ്ദേഹം 5 ലക്ഷം രൂപ കമ്പനിക്കും 5 ലക്ഷം രൂപ അതിൻ്റെ സൈന്യത്തിനും നൽകി. ഡ്യൂപ്ലെ 20 ലക്ഷം രൂപയും വർഷം തോറും 1 ലക്ഷം രൂപ ലഭിക്കുന്ന ഒരു ജാഗിറും സ്വീകരിച്ചു. അതിനു പുറമെ കൃഷ്ണാനദി മുതൽ കന്യാകുമാരി വരെ പൂർവ്വ തീരത്തുള്ള മുഗൾ പ്രദേശങ്ങളുടെ കേവല ഗവർണർ എന്ന ബഹുമതിയും ഡ്യൂപ്ലെക്ക് ലഭിച്ചു. ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായ ബസ്സിയെ ഫ്രഞ്ച് സൈന്യത്തിനോടൊപ്പം ഹൈദരാബാദിൽ നിയോഗിച്ചു. ഈ നടപടി ശത്രുക്കളിൽ നിന്നും ഹൈദരാബാദിലെ നിസാമിനെ രക്ഷിക്കാൻ എന്ന പേരിലായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ നിസാമിൻ്റെ രാജസദസ്സിൽ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു, ഫ്രഞ്ച് സ്വാധീനം. അങ്ങനെ മുസാഫർ ജംഗ് തലസ്ഥാനത്തേക്ക് മുന്നേറുന്ന വഴി കൊല്ലപ്പെട്ടു. നിസാമുൽ മുൽക്കിൻ്റെ 3ാമത്തെ മകനായിട്ടുള്ള സലബത്ത് ജംഗിനെ ഉടൻ തന്നെ ബസ്സി സിംഹാസനത്തിലേക്ക് ഉയർത്തി. അതിനു പകരം പുതിയ നിസാമായിട്ടുള്ള സലബത്ത് ജംഗ് ഫ്രഞ്ചുകാർക്ക് ആന്ധ്രയിൽ ഉത്തര സർക്കാർ എന്നറിയപ്പെടുന്ന മുസ്തഫ നഗർ, എല്ലോർ, രാജമുന്ദ്രി, ചിക്കഗോൾ തുടങ്ങിയ 4 ജില്ലകൾ അടങ്ങുന്ന സ്ഥലം വിട്ടുകൊടുത്തു. ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ച് ശക്തി അതിൻ്റെ ഉച്ചസ്ഥായിയിൽ ആയിരുന്നു. സ്വപ്നങ്ങൾക്കും അപ്പുറം ഡ്യൂപ്ലെയുടെ പദ്ധതി വിജയിച്ചു. ഇന്ത്യയിലെ രാജ്യങ്ങളെ സുഹൃത്തുക്കളായി നേടിയെടുക്കുകയായിരുന്നു അവരുടെ സ്റ്റാർട്ടിങ്ങും എന്ന് പറയുന്നത്. പിന്നീട് അവരെ കക്ഷികളോ ഉപഗ്രഹങ്ങളോ ആക്കിയിട്ട് അവർ മാറ്റുകയും ചെയ്തു. എതിരാളികളുടെ വിജയങ്ങൾക്ക് ഇംഗ്ലീഷുകാർ വളരെ മൂകരായിട്ട് നോക്കി നിന്നില്ല. ഫ്രഞ്ച് സ്വാധീനത്തിലോട് തുലനം ചെയ്യാനും സ്വാധീനം വർദ്ധിപ്പിക്കുവാനും നസീർ ജംഗുമായും മുഹമ്മദ് അലിയുമായിട്ടും ആലോചനയിൽ ഏർപ്പെട്ടു. മുഹമ്മദ് അലി എന്ന് പറയുന്നത് അൻവറുദ്ദീൻ്റെ മകനാണ് കേട്ടോ. അപ്പം അൻവറുദ്ദീൻ്റെ മകനായിട്ടുള്ള കർണാട്ടിക്കിലെ അൻവറുദ്ദീൻ്റെ മകനായിട്ടുള്ള നവാബായിരുന്നു അൻവറുദ്ദീൻ. അപ്പോൾ അയാളെ കൊന്നു. അപ്പോൾ അയാളുടെ മകനായിട്ടുള്ള മുഹമ്മദ് അലിയുമായിട്ടും അതുപോലെ തന്നെ നിസാമുൽ മുൽക്ക് അസഫ് ജായുടെ മകനായിട്ടുള്ള നസീർ ജംഗും ആയിട്ടും ഇവർ ഇംഗ്ലീഷുകാർ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടു.
മുസ്തഫ ജങ് ആണല്ലോ വിജയിച്ചിന് യുദ്ധത്തിൽ. അയാളായിരുന്നു രാജാവായി മാറി. അപ്പോൾ പോകുന്ന വഴിക്കൽ അയാൾ മരിച്ചുപോയി. അങ്ങനെ അവസാനം സലഫത്ത് ജങ് ആണ് ഹൈദരാബാദിലെ നവാബായിട്ട് മാറുന്നത്, നിസാമായിട്ട് മാറുന്നത്. അങ്ങനെ ഇംഗ്ലീഷുകാർ 1750 സർവ്വസന്നാഹങ്ങളും ആയിട്ട് മുഹമ്മദ് അലിക്ക് പിന്നിൽ നിരത്താൻ തീരുമാനിക്കുകയും തൃശ്ശിഞ്ഞ പള്ളിയിൽ വലയം ചെയ്യപ്പെട്ടിരുന്ന മുഹമ്മദ് അലിയുടെ മേലുള്ള ഫ്രഞ്ച് സമ്മർദ്ദം ലഘൂകരിക്കാൻ കർണാട്ടിക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ആർക്കോട്ട് ആക്രമിച്ചാൽ മതിയെന്ന് കമ്പനിയുടെ സേവനത്തിലിരുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ക്ലാർക്കായിരുന്ന റോബർട്ട് ക്ലൈവ് നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയും ഇംഗ്ലീഷുകാരായ 200 ഇന്ത്യക്കാരായ 300 പട്ടാളക്കാരോടൊപ്പം റോബർട്ട് ക്ലൈവ് ആർക്കോട്ട് എന്ന് പറയുന്നത് കർണാട്ടിക്കിൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ, അത് ആക്രമിക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തൃശ്ശിഞ്ഞ പള്ളിയിൽ വളഞ്ഞുവെക്കൽ മാറ്റാൻ ചന്ദ സാഹിബും ഫ്രഞ്ചുകാരും നിർബന്ധിതരായി. ഫ്രഞ്ചുകാർ ആവർത്തിച്ച് പരാജയപ്പെട്ടു. ചന്ദ സാഹിബിനെ പിടികൂടുകയും കൊല്ലുകയും ചെയ്തു. ഇംഗ്ലീഷ് സൈന്യാധിപന്മാരോടും സൈന്യത്തോടും കിടപിടിക്കാൻ കഴിയാതെ ഫ്രഞ്ചുകാരുടെ അവസ്ഥ താഴ്ന്ന നിലയിലായി. ഒടുവിൽ ഇന്ത്യയിലെ യുദ്ധങ്ങൾക്ക് ഭാരിച്ച ചെലവുകളിൽ മടുക്കുകയും അതുപോലെ അമേരിക്കയിലെ കോളനികൾ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുകയും ചെയ്ത ഫ്രഞ്ച് സർക്കാർ സമാധാന സംഭാഷണങ്ങൾക്ക് മുൻകൈയെടുക്കുകയും ഇന്ത്യയിൽ നിന്ന് ഡ്യൂപ്ലയെ പിൻവലിക്കണമെന്ന ഇംഗ്ലീഷുകാരുടെ ആവശ്യം 1754 അംഗീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഫ്രഞ്ച് കമ്പനികളുടെ സാധ്യതകൾക്ക് വലിയൊരു പ്രഹരമായിരുന്നു ഡ്യൂപ്ലയെ പിൻവലിച്ചത്. ഈ കമ്പനികൾ തമ്മിലുള്ള താൽക്കാലിക സമാധാനം 1754 ഡ്യൂപ്ലയെ പിൻവലിച്ചത്. എന്നാൽ 56 ഇവർ തമ്മിൽ വീണ്ടും ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷുകാർ ബംഗാളിന് മേൽ നിയന്ത്രണം സ്ഥാപിക്കുന്നതിൽ വിജയിച്ചു. ഇക്കാര്യം പിന്നീട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നീട് ഇന്ത്യയിൽ ഫ്രഞ്ചുകാർക്ക് പ്രതീക്ഷയില്ലാതായി. പിന്നീട് ഇംഗ്ലീഷുകാർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നു. ആ യുദ്ധത്തിൽ നിർണായകമായ പോരാട്ടത്തിൽ 1760 ജനുവരി 22 വാൻഡിവാഷിൽ വെച്ചിട്ട് ഈ യുദ്ധം നടക്കുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധം 1760. അങ്ങനെ അന്ന് ഇംഗ്ലീഷ് സൈന്യാധിപനായിട്ടുള്ള സർ ക്യൂട്ട് ലല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് സൈന്യാധിപനെ പരാജയപ്പെടുത്തി. ഒരു വർഷത്തിനകം ഇന്ത്യയിലെ എല്ലാ സ്വത്തുക്കളും ഫ്രഞ്ചുകാർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. 1757 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യങ്ങൾ ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജുദ്ദൗളയെ തോൽപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാരുമായിട്ട് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരുമായിട്ടുള്ള സംഘട്ടനങ്ങൾ അതിൽ കർണാട്ടിക്കിലും ഹൈദരാബാദിലുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷുകാർ ലാസ്റ്റ് വരുമ്പോൾ ഇംഗ്ലീഷുകാർ വളരെയധികം വിജയങ്ങൾ കൈയാളുകയും ഫ്രഞ്ചുകാർ ഒന്നുമില്ലാതായി പോവുകയും ഇംഗ്ലീഷുകാരുടെ കീഴിലാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇംഗ്ലീഷുകാർ വിജയിച്ചു. അവസാനം വിജയിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും അവർ എന്തോ ആണ് അവർക്ക് സ്വയം ഒരു ആത്മവിശ്വാസവും അഹങ്കാരമൊക്കെ വരികയാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ഈ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിശീലനം പോലെയായിരുന്നു. ഫ്രഞ്ചുകാരായിട്ടുള്ള യുദ്ധങ്ങളെല്ലാം പരിശീലനം പോലെയായിട്ട് അവർക്ക് കുറേ ട്രിക്സും കുറേ ഐഡിയകളെല്ലാം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ പ്രവിശ്യകളിൽ ഫലഭൂയിഷ്ടവും സമൃദ്ധവുമായിട്ടുള്ളത് ബംഗാളായിരുന്നു. അതിൻ്റെ വ്യവസായങ്ങളും വാണിജ്യവും വികസിതമായിരുന്നു, ഡെവലപ്ഡ് ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഉദ്യോഗസ്ഥർക്കും പ്രവിശ്യയിൽ അഥവാ ബംഗാളിൽ വളരെ വലിയ രീതിയിൽ ലാഭം നേടിയെടുക്കുകയും കച്ചവട ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ 1717 നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ ഫറൂഖ് സിയാർ ഒരു ഫർമൻ കൊടുക്കുന്നുണ്ട്. ആ ഫർമനാണ് ലാസ്റ്റ് ഫുൾ ഇതിന് പ്രശ്നമായിട്ട് വരുന്നത്. ഈ രാജകീയ ഫർമനിലൂടെ മുഗൾ ചക്രവർത്തിയിൽ നിന്നും മികച്ച പദവികൾ കമ്പനി നേടിയെടുത്തിരുന്നു. കരം അടയ്ക്കാതെ ചരക്കുകൾ ബംഗാളിൽ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഇത്തരം ചരക്കുകൾ നീക്കുന്നതിന് പാസ്, ഈ പാസിൻ്റെ പേരാണ് ദാസ്തക്കുകൾ, ഈ പാസ് നൽകാനുള്ള അവകാശവും കമ്പനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്കും കച്ചവടം ചെയ്യാമെന്നത് ഫർമനിൽ. അപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ നടത്തുന്ന സ്വകാര്യ കച്ചവടങ്ങൾക്ക് ഈ പാസ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നിയമം. കാരണം ഈ സ്വകാര്യ കച്ചവടങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരും ഇന്ത്യക്കാരും നൽകുന്നത് പോലെ തന്നെ കരം കൊടുക്കണം. കരം എന്ന് പറഞ്ഞാൽ ചുങ്കം പറഞ്ഞാൽ അവർ കച്ചവടം നടത്തുന്ന ഇറക്കുമതി കയറ്റുമതി കച്ചവടം നടത്തുന്നതിനുള്ള പണം. അങ്ങനെ അത് രാജധാനിക്ക് കൊടുക്കുന്ന പൈസയാണ്, രാജാവിന് കൊടുക്കുന്ന ഭണ്ഡാരത്തിലേക്ക് കൊടുക്കുന്ന ഒരു നികുതി എന്ന് പറയാം. ടാക്സ്. എന്ത് ടാക്സ്? വിൽപ്പന നികുതി എന്ന് പറയാം. അങ്ങനെ ഇന്ത്യയിലെ കച്ചവടക്കാരും അതേ കരം ഇവരും നൽകണം. ഇന്ത്യയിലെ കച്ചവടക്കാർ നൽകുന്നത് പോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരും നൽകണം. അവർ സ്വന്തം കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നതിന് ചെയ്യേണ്ട. കമ്പനിയുടെ കീഴിൽ നടത്തുന്ന വ്യാപാരങ്ങൾക്ക് ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനൊന്നും കരം കൊടുക്കണ്ട. പക്ഷേ അവർ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ സ്വകാര്യമായിട്ട് ചെയ്യുന്നതിന് കൊടുക്കണം. അങ്ങനെ ഈ ഫർമൻ കമ്പനിക്കും ബംഗാളിലെ നവാബുമാർക്കും ഇടയിൽ നിരന്തരമായിട്ടുള്ള സംഘർഷത്തിന് കാരണമായിരുന്നു. ഒന്നാമത് ബംഗാൾ സർക്കാരിൻ്റെ വരുമാനത്തിൽ ഈ കരം
കൊടുക്കാതിരിക്കുന്ന ഈ ഫർമൻ പ്രകാരം വളരെ വലിയ രീതിയിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്, സ്വകാര്യ കച്ചവടത്തിൽ നികുതി വെട്ടിക്കാനായിട്ട് കമ്പനി ഉദ്യോഗസ്ഥർ അവർ തന്നെയാണല്ലോ ഈ പാസ് കൊടുക്കുന്നതും കമ്പനിയാണ്, ഇത് ഉപയോഗിക്കുന്നത് കമ്പനിയിലെ ഉദ്യോഗസ്ഥരുമാണ്. ഓക്കെ, അപ്പോൾ അവർ ഇത് ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ്. അവരുടെ ഈ എന്താ പറയുക സ്വകാര്യ കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ തന്നെ ഈ ദാസ്തക്ക് അഥവാ ഈ ഫ്രീ പാസുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മുർഷിദ് കുലി ഖാൻ മുതൽ അലിവർദ്ദീൻ ഖാൻ വരെയുള്ള എല്ലാ നവാബുമാരും 1717 ഫർമൻ്റെ ഇംഗ്ലീഷുകാരുടെ വ്യാഖ്യാനത്തെ എതിർത്തിട്ടുണ്ട്. അവരെല്ലാം ഭണ്ഡാരത്തിൽ മൊത്തമായിട്ടുള്ള തുക നിക്ഷേപിക്കുന്നതിന് കമ്പനിയെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇത്തരം ഈ ദാസ്തക്കുകൾ അഥവാ ഫ്രീ പാസിൻ്റെ ദുരുപയോഗം അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ മുർഷിദ് കുലി ഖാനും അലിവർദ്ദി ഖാനും ശക്തരായിട്ടുള്ള നവാബുമാരായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരുടെ ഈ നവാബുമാരുടെ കീഴിലായിരുന്നു ആ സമയങ്ങളിൽ. നവാബിൻ്റെ അധികാരം സ്വീകരിക്കാൻ അന്ന് നിർബന്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു കമ്പനി. എന്നാൽ ഉദ്യോഗസ്ഥർ ഈ അധികാരത്തെ വെട്ടിച്ചു പോകാനും വെല്ലുവിളിക്കാനും ലഭ്യമായിട്ടുള്ള അവസരങ്ങളെല്ലാം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ചെറുപ്പക്കാരനും മുൻകോപിയുമായിട്ടുള്ള സിറാജുദ്ദൗള പിതാമഹനായിട്ടുള്ള അലിവർദ്ദി ഖാനെ പിന്തുടർന്ന് അധികാരത്തിലെത്തിയപ്പോൾ 1756 കാര്യങ്ങൾ പ്രതിസന്ധിയിലായി. മുർഷിദ് കുലി ഖാൻ്റെ കാലത്തെ അതേ വ്യവസ്ഥയിൽ കച്ചവടം നടത്തണമെന്ന് സിറാജുദ്ദൗള ഇംഗ്ലീഷുകാരോട് ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാർക്കെതിരെ വിജയം നേടിയിട്ട് ശക്തരായി എന്ന് അഭിമാനിച്ച ഇംഗ്ലീഷുകാർ ഇതനുസരിക്കാൻ വിസമ്മതിച്ചു. ചരക്കിന് മേൽ നവാബിന് കരമൊടുക്കാൻ സമ്മതിക്കുന്നതിന് പകരം അധീനതയിലുള്ള കൽക്കട്ടയിൽ പ്രവേശിക്കുന്ന ഇന്ത്യയുടെ ചരക്കുകളിൽ അവർക്ക് അധീനതയുള്ള പ്രദേശമായിരുന്നു കൽക്കട്ട. അപ്പോൾ കൽക്കട്ടയിൽ പ്രവേശിക്കുന്ന ഇന്ത്യയിലെ ചരക്കുകളിൽ വലിയ രീതിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നികുതി ചുമത്തുകയാണ് ചെയ്തത്. ഇതെല്ലാം ചെറുപ്പക്കാരനായിട്ടുള്ള സിറാജുദ്ദൗള എന്ന നവാബിനെ ദേഷ്യപ്പെടുത്തി. അങ്ങനെ കമ്പനി വൈര്യം പുലർത്തുന്നെന്നും ബംഗാളിലെ സിംഹാസനത്തിലേക്ക് എതിരാളികളെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം സംശയിക്കുകയും ചെയ്തു. ഈ സമയത്ത് ചന്ദർനഗറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ചന്ദർനഗറിൽ ഫ്രഞ്ചുകാർക്ക് ഒരു കച്ചവട കേന്ദ്രം ഉണ്ടായിരുന്നു. കച്ചവട കേന്ദ്രം പറയുമ്പോൾ പാളയം എന്ന് പറയാൻ പറ്റുള്ളൂ. കോട്ടയൊന്നുമില്ല, കോട്ട കെട്ടാനൊന്നും ബ്രിട്ടീഷുകാർ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ചന്ദർനഗറിൽ പാളയം ഉറപ്പിച്ചിരുന്ന ഫ്രഞ്ചുകാരുമായിട്ട് യുദ്ധം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ, അഥവാ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ കമ്പനി കൽക്കട്ടയിൽ കോട്ട കെട്ടി തുടങ്ങിയത് സംഘർഷത്തിലേക്ക് വഴിതെളിച്ചു. ഇത് തൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമണം ആണ് എന്നാണ് സിറാജുദ്ദൗള കരുതിയത്. അത് തന്നെ ശരിയാണ്. തൻ്റെ രാജ്യത്ത് കോട്ട കെട്ടാനോ സ്വകാര്യ യുദ്ധങ്ങൾ നടത്താനോ ഒരു സ്വകാര്യ കമ്പനിയെ ഒരു ഭരണാധികാരി അനുവദിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ യൂറോപ്പിൽ നിന്നുള്ള കച്ചവടക്കാരായിട്ട് ആയിരുന്നു അവരെ സിറാജുദ്ദൗള കണ്ടത്. അല്ലാതെ തൻ്റെ യജമാനനായിട്ടായിരുന്നില്ല ഈ കമ്പനിയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതെല്ലാം അനുവദിക്കാൻ സിറാജുദ്ദൗളക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കൽക്കട്ടയിലും ചന്ദർനഗറിലുമുള്ള കോട്ടകൾ പൊളിച്ചു മാറ്റാനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും സിറാജുദ്ദൗള അഥവാ ബംഗാളിലെ നവാബ് ഇംഗ്ലീഷുകാരോടും ഫ്രഞ്ചുകാരോടും ആവശ്യപ്പെട്ടു. അപ്പോൾ ഫ്രഞ്ചുകാർ ശക്തരല്ലല്ലോ. ഫ്രഞ്ച് കമ്പനി ഇദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ ഇംഗ്ലീഷ് കമ്പനി വിസമ്മതിച്ചു. കാരണം കർണാട്ടിക്കിൽ ഫ്രഞ്ചും ഇംഗ്ലണ്ടും യുദ്ധം ചെയ്ത് ഫ്രഞ്ച് പാപ്പരായി പോവുകയും ഇംഗ്ലീഷുകാർ ലാസ്റ്റ് കുറേ വിജയം നേടുകയും ചെയ്തു. അപ്പോൾ ഇവർ സ്വയം ശക്തരാണെന്നുള്ളൊരു ബോധം വരികയാണ് ചെയ്യുന്നത്. ഫ്രഞ്ചുകാരുമായിട്ട് യുദ്ധം ചെയ്യുന്നതന്നെ ഇംഗ്ലീഷുകാർ പറഞ്ഞു. ഫ്രഞ്ചുകാർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. കർണാട്ടിക്കിലെ യുദ്ധവിജയങ്ങളിൽ നിന്ന് മോഹങ്ങളും ആത്മവിശ്വാസവും നേടിയെടുത്തിരുന്നു ബ്രിട്ടീഷുകാർ. നവാബിൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് പോലും ബംഗാളിൽ തുടരാനും സ്വന്തം ഇഷ്ടപ്രകാരം കച്ചവടം നടത്തുവാനും കമ്പനി ഉറപ്പിച്ചു. എല്ലാ പ്രവർത്തനങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണം കമ്പനി അംഗീകരിച്ചു. ബ്രിട്ടനിലെ കച്ചവടത്തിന്മേലും അധികാരത്തിന്മേലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പരിമിതികൾ കമ്പനി സ്വീകരിച്ചിരുന്നു. അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നതെല്ലാം കമ്പനി സ്വീകരിക്കുകയും അവരെ ആശ്രയിക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്തിരുന്നു. 1693 ചാർട്ടർ നിയമപ്രകാരം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പിൻവലിച്ചപ്പോൾ കിഴക്കുമായിട്ട് കച്ചവടം ചെയ്യാനുള്ള അവകാശം കമ്പനിക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ ബ്രിട്ടനിലെ രാജാവിനും പാർലമെൻറ്റിനും രാഷ്ട്രീയക്കാർക്കും വേണ്ടിയിട്ട് വലിയ രീതിയിൽ കൈക്കൂലി നൽകിയിട്ടാണ്, അഥവാ ഒരു വർഷത്തിൽ മാത്രം 80,000 പൗണ്ട് കൈക്കൂലിയായിട്ട് നൽകിയിട്ടായിരുന്നു ഇംഗ്ലീഷുകാർ കച്ചവടം നടത്തിയിരുന്നത്. അങ്ങനെ ബംഗാൾ നവാബിൻ്റെ കൽപ്പന എന്തുതന്നെ ആയാലും ബംഗാളിൽ സ്വതന്ത്രമായിട്ട് കച്ചവടം ചെയ്യാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവശ്യപ്പെട്ടു. ഇത് നവാബിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായിരുന്നു. ഈ അവസ്ഥ ഒരു ഭരണാധികാരിയും അനുവദിക്കുന്നതുമായിരുന്നില്ല. ഇംഗ്ലീഷുകാരുടെ മനസ്സിലിരിപ്പിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ സിറാജുദ്ദൗളക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അവരെക്കൊണ്ട് നാട്ടിലെ നിയമം അനുസരിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. ഊർജ്ജസ്വലതയോടെ അഥവാ അനാവശ്യം ധൃതി എടുത്തിട്ടാണ് അദ്ദേഹം മതിയായ തയ്യാറെടുപ്പില്ലാതെയാണ്
സിറാജുദ്ദൗള കാസിം ബസാറിലുള്ള ഇംഗ്ലീഷ് ഫാക്ടറി പിടിച്ചെടുക്കുകയും കൽക്കട്ടയിലേക്ക് മുന്നേറുകയും ചെയ്തു. അങ്ങനെ 1756 ജൂൺ 20 വില്യം കോട്ട കൈവശപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൽക്കട്ടയിലേക്ക് പിന്മാറിപ്പോയപ്പോൾ സ്വന്തം കപ്പലുകളിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർക്ക് അവസരം ലഭിച്ചു. അവർ എതിരാളികളുടെ ശക്തി കുറച്ച് കണ്ടതിനാൽ, അഥവാ സിറാജുദ്ദൗള ഇംഗ്ലീഷുകാരുടെ ശക്തി കുറച്ച് കണ്ടു. ഇത് അദ്ദേഹത്തിനൊരു പിഴവായിട്ട് വന്നു. നാവിക ആധിപത്യം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലാണ് ഇംഗ്ലീഷുകാർക്ക് ഉണ്ടായിരുന്നത്. യൂറോപ്യൻസിനെല്ലാം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നാവിക ആധിപത്യത്താൽ സംരക്ഷിതരായിട്ട് കടലിന് സമീപമുള്ള ഒരു ഫുൾട്ടയിൽ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ അഭയം തേടി. അവർ മദ്രാസിൽ നിന്ന് സഹായമെത്തുന്നതും കാത്തു കഴിഞ്ഞു. അതോടൊപ്പം നവാബിൻ്റെ സദസ്സിലെ പ്രമാണികളുമായിട്ട് ചതിപ്രയോഗത്തിനുള്ള ഗൂഢാലോചനകളിലും ഏർപ്പെട്ടു. ഇവരിൽ പ്രധാനികൾ മിർബക്ഷിയായിട്ടുള്ള മിർ ജാഫർ, കൽക്കട്ടയുടെ ചുമതലക്കാരനായിട്ടുള്ള മണിക് ചന്ദ്, ധനികനായ കച്ചവടക്കാരനായിരുന്നു ഒരാളാണ് അമിത് ചന്ദ്, അതുപോലെ ബംഗാളിലെ ഏറ്റവും വലിയ പണമിടപാടുകാരനായിട്ടുള്ള ജഗത് സേട്ട്, നവാബിൻ്റെ ഏറ്റവും വലിയ സൈന്യ വിഭാഗത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ഖാദീം ഖാൻ എന്നിവരായിരുന്നു ബ്രിട്ടീഷുകാരുമായിട്ട് ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരുന്നവർ. അഡ്മിറൽ വാട്സൻ്റെയും കേണൽ ക്ലൈവിൻ്റെയും കീഴിൽ നാവികരും സൈനികരും അടങ്ങുന്ന ശക്തമായിട്ടുള്ള സൈന്യം മദ്രാസിൽ നിന്നും ബംഗാളിലേക്ക് വന്നിറങ്ങി. 1757 തുടക്കത്തിൽ ക്ലൈവ് കൽക്കട്ട വീണ്ടെടുത്തു. ഇംഗ്ലീഷുകാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് നവാബിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും ചെയ്തു. ഇംഗ്ലീഷുകാർ എന്നാൽ തൃപ്തരായിരുന്നില്ല. അവർക്ക് കുറേ കൂടി ഉയർന്ന ലക്ഷ്യമായിരുന്നു. സിറാജുദ്ദൗളയുടെ സ്ഥാനത്ത് അവർ പറയുന്നത് അനുസരിക്കുന്ന ഒരു ഉപകരണമായിട്ടുള്ള ഒരു നവാബിനെ സ്ഥാപിക്കണമെന്ന് അവർ തീരുമാനിച്ചു. ചെറുപ്പക്കാരനായ നവാബിൻ്റെ ശത്രുക്കൾ ബംഗാളിൻ്റെ സിംഹാസനത്തിൽ മിർ ജാഫറിനെ പ്രതിഷ്ഠിക്കാൻ സംഘടിപ്പിച്ച ഗൂഢാലോചനയിൽ സംബന്ധിച്ചതിന് ശേഷം യൗവനനായിട്ടുള്ള നവാബായിട്ടുള്ള സിറാജുദ്ദൗളയോട് നടക്കാത്ത കുറേ അവകാശങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ അവർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ യുദ്ധം വേണ്ടിവരും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയി. രാജസദസ്സിലുള്ളവർക്ക് തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ മുർഷിദാബാദിൽ നിന്നും 30 കിലോമീറ്റർ ദൂരമുള്ള പ്ലാസിയിൽ വെച്ചിട്ട് 1757 ജൂൺ 23 യുദ്ധത്തിനായിട്ട് അണിനിരന്നു. വിധിനിർണായകമായ പ്ലാസി യുദ്ധം പേരിൽ മാത്രമേ യുദ്ധമായിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇംഗ്ലീഷുകാർക്ക് 29 ആളുകളും നവാബായിട്ടുള്ള സിറാജുദ്ദൗളക്ക് 500ഓളം പേരുമായിരുന്നു നഷ്ടപ്പെട്ടത്. ചതിയന്മാരായിട്ടുള്ള മിർ ജാഫറും റായ് ദുർലഭും നയിച്ച നവാബിൻ്റെ സൈന്യത്തിൽ വലിയൊരു ഭാഗം യുദ്ധത്തിൽ പങ്കെടുത്തതേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിർമദനും മോഹൻലാലും നയിച്ചിട്ടുള്ള നവാബിൻ്റെ ചെറിയ കൂട്ടം പടയാളികൾ ധീരവും ഭംഗിയുമായിട്ട് പൊരുതി. നവാബ് ഓടിപ്പോകാൻ നിർബന്ധിതനായെങ്കിലും മിർ ജാഫറിൻ്റെ മകനായിട്ടുള്ള മീരാൻ നവാബായിട്ടുള്ള സിറാജുദ്ദൗളയെ ബന്ധനസ്ഥനാക്കുകയും വധിക്കുകയും ചെയ്തു. ബംഗാളി കവിയായിട്ടുള്ള നബീൻ ചന്ദ്ര സെന്നിൻ്റെ വാക്കുകളിൽ ഇന്ത്യയെ സംബന്ധിച്ച് ശാശ്വത മനോവേദനയുടെ രാത്രിയാണ് പ്ലാസി യുദ്ധത്തിന് ശേഷം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇംഗ്ലീഷുകാർ മിർ ജാഫറിനെ ബംഗാളിൻ്റെ നവാബായിട്ട് പ്രഖ്യാപിച്ച് പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരുക്കമായി. ബംഗാളിലും ബീഹാറിലും ഒറീസയിലും സ്വതന്ത്ര വ്യാപാരം നടത്താനുള്ള അവകാശം കമ്പനിക്ക് ലഭിച്ചു. കൽക്കട്ടയ്ക്ക് സമീപമുള്ള 24 പർഗാനകളുടെ സെമീന്ദാരിയും അവർക്ക് ലഭിച്ചു. കൽക്കട്ട ആക്രമിച്ചതിനു നഷ്ടപരിഹാരമായിട്ട് കമ്പനിക്കും നഗരത്തിലെ കച്ചവടക്കാർക്കും 1,77,00,000 രൂപയാണ് മിർ ജാഫർ നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിൽ സമ്മാനങ്ങളും കൈക്കൂലികളും നൽകി. ഉദാഹരണത്തിന് ക്ലൈവിന് 2 ദശലക്ഷം രൂപയും വാട്സിനും 1 ദശലക്ഷം രൂപയും ലഭിച്ചു. ക്ലൈവ് പിൽക്കാലത്ത് കണക്ക് കൂട്ടിയത് കമ്പനിയും ഉദ്യോഗസ്ഥന്മാരും കൂടി 30 ദശലക്ഷം രൂപ ഈ നവാബായിട്ടുള്ള മിർ ജാഫറിൽ നിന്നും കൈക്കലാക്കിയെന്നതാണ്. ബ്രിട്ടീഷ് കച്ചവടക്കാരോടും ഉദ്യോഗസ്ഥരോടും മേലിൽ സ്വകാര്യ കച്ചവടത്തിന് നികുതി പിരിക്കുകയില്ല എന്ന ധാരണയും ഉണ്ടായി. പ്ലാസി യുദ്ധത്തിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ബംഗാളിൻ്റെയും പിന്നീട് ആകമാന ഇന്ത്യയുടെയും ബ്രിട്ടീഷ് ആധിപത്യത്തിന് വഴിയൊരുക്കിയത് പ്ലാസി യുദ്ധമാണ്. ബ്രിട്ടീഷുകാരുടെ പദവി ഉയർത്തിയതും പ്ലാസി യുദ്ധമാണ്. ഇന്ത്യ സാമ്രാജ്യത്തിൻ്റെ അധിപതികളാക്കാനുള്ള പ്രധാന കക്ഷികളിലൊന്നായിട്ട് അവരെ ഒറ്റയടിക്ക് ഉയർത്തിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ബംഗാളിൻ്റെ സമൃദ്ധമായിട്ടുള്ള ഭൂനികുതി കൊണ്ട് അവർ ശക്തമായിട്ടുള്ള സൈന്യം കെട്ടിപ്പടുക്കുകയും രാജ്യത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ ആക്രമിക്കാനുള്ള ചെലവ് വഹിക്കുകയും ചെയ്തു. ബംഗാളിൻ്റെ മേലുള്ള നിയന്ത്രണം ഇംഗ്ലീഷ് ഫ്രഞ്ച് യുദ്ധങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു. കാരണം പ്ലാസിയിലെ വിജയം ബംഗാളിലെ നിസ്സഹായരായ ജനങ്ങളുടെ ചെലവിൽ കമ്പനിക്കും ഉദ്യോഗസ്ഥർക്കും വളരെ വലിയ രീതിയിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവസരം നേടിക്കൊടുത്തിരുന്നു. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരായിട്ടുള്ള എഡ്വേർഡ് തോംസണും GD ഗാരറ്റും അഭിപ്രായപ്പെട്ടത് എന്താണെന്ന് നോക്കാം. ഒരു വിപ്ലവം സംഘടിപ്പിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും ധനം തരുന്ന ഇടപാട്. സ്പെയിൻകാരായ കോർട്ടസിൻ്റെയും പിസാരോയുടെയും കാലത്തിനു ശേഷം സമാനതകളില്ലാതെ സ്വർണ്ണത്തോടുള്ള അത്യാർത്തി ഇംഗ്ലീഷുകാരുടെ മനസ്സിൽ നിറഞ്ഞു. രക്തം വാർന്ന് വിളർത്ത അവസ്ഥയിലാകുന്നത് വരെ പ്രത്യേകിച്ചും ബംഗാൾ സമാധാനമെന്തെന്ന് അറിഞ്ഞിട്ടില്ല. മിർ ജാഫറിൻ്റെ സ്ഥാനത്തിന് കമ്പനിയോട് അദ്ദേഹം കടപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിലും
അദ്ദേഹം തൻ്റെ ചെയ്തി ഓർത്തിട്ട് വളരെ വൈകാതെ തന്നെ പശ്ചാത്തപിച്ചു. കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ട സമ്മാനങ്ങളും കൈക്കൂലികളും എല്ലാം നൽകിക്കൊണ്ട് ബംഗാളിൻ്റെ ഭണ്ഡാരം വളരെ രീതിയിൽ പെട്ടെന്ന് തന്നെ ശൂന്യമായി. ഇതിന് നേതൃത്വം നൽകിയത് ക്ലൈവാണ്. ഇത്തരം ഗിഫ്റ്റുകൾ വാങ്ങുന്ന പരിപാടിക്ക് നേതൃത്വം നൽകിയത് ജനറൽ ക്ലൈവാണ്. കേണൽ മല്ലിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ളത് കമ്പനി ഉദ്യോഗസ്ഥരുടെ ഏക ലക്ഷ്യം തങ്ങൾക്ക് കഴിയുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുക എന്നതായിരുന്നു. തങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ കൈയിടാവുന്ന ഒരു സ്വർണ്ണച്ചാക്ക് പോലെയായിരുന്നു അവർ മിർ ജാഫറിനെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ വളരെ വൈകാതെ കമ്പനിയുടെയും ഉദ്യോഗസ്ഥരുടെയും ആവശ്യങ്ങൾ മുഴുവൻ നടത്തി കൊടുക്കുന്നത് അസാധ്യമാണ് എന്ന് മിർ ജാഫർ മനസ്സിലാക്കി. അങ്ങനെ അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള നവാബിൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച് കമ്പനി ഉദ്യോഗസ്ഥർ വിമർശിച്ചു തുടങ്ങുകയും ചെയ്തു. അതിനാൽ 1757 മിർ ജാഫർ ഭരണത്തിൽ കയറുന്നത്. 1760 പറയുമ്പോൾ 3 വർഷമാണ് മിർ ജാഫർ ഭരണാധികാരിയായിട്ട് നിന്നത്. 60 ഒക്ടോബറിൽ മരുമകൻ മിർ ഖാസിമിന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കുവാൻ അയാളെ ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു. അതിനു പകരമായിട്ട് മിർ ഖാസിം കമ്പനിക്ക് ബർദ്വാൻ, മിഡ്നാപൂർ, ചിറ്റഗോങ് ജില്ലയുടെ സമീന്ദാരിയും ഉയർന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർക്ക് മൊത്തം 29 ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളും നൽകി. എന്നാൽ മിർ ഖാസിം കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ബംഗാളിലെ ഇംഗ്ലീഷുകാരുടെ നിലക്കും പദ്ധതിക്കും ഭീഷണിയായിട്ട് വളർന്നു വന്നു. കഴിവും കാര്യപ്രാപ്തിയുമുള്ള ശക്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു മിർ ഖാസിം. അയാൾ വിദേശ നിയന്ത്രണത്തിൽ നിന്ന് വിടർത്താൻ ദൃഢനിശ്ചയമെടുത്തു. നിറഞ്ഞ ഭണ്ഡാരവും കാര്യപ്രാപ്തിയുള്ള സൈന്യവും തൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ ആവശ്യമാണെന്ന് മിർ ഖാസിം മനസ്സിലാക്കുകയും സാമൂഹിക ആക്രമങ്ങൾ തടയാനും ഭൂനികുതി ഭരണത്തിൽ നിന്ന് അഴിമതി മാറ്റി വരുമാനം വർദ്ധിപ്പിക്കാനും യൂറോപ്യൻ രീതിയിൽ അച്ചടക്കമുള്ള ഒരു ആധുനിക സൈന്യത്തെ ഉയർത്തിയെടുക്കാനും മിർ ഖാസിം ശ്രമിച്ചു. അങ്ങനെ ഇംഗ്ലീഷുകാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനെല്ലാം പുറമെ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ 1717 നമ്മൾ പറഞ്ഞ ഫറൂഖ് സിയാർ കൊടുത്തിട്ടുള്ള ഫർമൻ, ആ ഫർമന് ദുരുപയോഗപ്പെടുത്തുന്നത് തടയാൻ വീണ്ടും മിർ ഖാസിം ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഇത് ദേഷ്യം ഉണ്ടാകാൻ കാരണമായി. അങ്ങനെ കയറ്റുമതിക്കായാലും ആഭ്യന്തര ഉപയോഗത്തിനായാലും ചരക്കുകൾക്ക് നികുതി ഒഴിവാക്കി തരണമെന്ന് കമ്പനി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഇത് ഇന്ത്യക്കാരായ കച്ചവടക്കാർക്ക് ഹാനികരമായിരുന്നു. കാരണം വിദേശികൾക്ക് നികുതി പൂർണ്ണമായും ഒഴിവാക്കി കിട്ടിയ സാധനങ്ങൾ ഇന്ത്യക്കാർ കച്ചവടം ചെയ്യുമ്പോൾ നികുതി അടക്കണം. അതുമല്ല, കമ്പനിയുടെ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായിട്ട് ഈ ദാസ്തക്കുകൾ, ഫ്രീ പാസുകൾ സുഹൃത്തുക്കളായിട്ടുള്ള ഇന്ത്യൻ കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്തു. ഇത് ആഭ്യന്തര ചുങ്കങ്ങൾ വെട്ടിക്കാൻ അവസരമൊരുക്കി. ഈ ദുഷ്പ്രവൃത്തികൾ മര്യാദയില്ലാത്ത മത്സരങ്ങളിലൂടെയും സത്യസന്ധരായ ഇന്ത്യൻ കച്ചവടക്കാരെ തകർക്കുകയും നവാബിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സിനെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇതോടൊപ്പം കമ്പനിയും ഉദ്യോഗസ്ഥരും സമ്മാനങ്ങളും കൈക്കൂലിയും നൽകണമെന്ന് ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരെയും സമീന്ദാർമാരെയും നിർബന്ധിച്ചു. അങ്ങനെ ഇന്ത്യയിലെ കൈവേലക്കാരും കർഷകരും കച്ചവടക്കാരും സാധനങ്ങൾ വില കുറച്ച് വിൽക്കാനും കൂടിയ വിലയുള്ള സാധനങ്ങൾ ഇംഗ്ലീഷുകാരിൽ നിന്ന് വാങ്ങാനും വേണ്ടിയിട്ട് അവർ നിർബന്ധിച്ചു. ഇതിന് വിസമ്മതിച്ച ആളുകളെ ചാട്ടവാർ കൊണ്ടടിക്കുകയും ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. സമീപകാലത്തെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനായിട്ടുള്ള പെൽസിവൽ സ്പിയർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തെക്കുറിച്ചിട്ട് പറയുന്നത് പരസ്യവും നാണം കെട്ടതുമായിട്ടുള്ള കൊള്ളയുടെ കാലഘട്ടം എന്നാണ്. വാസ്തവത്തിൽ ബംഗാളിൻ്റെ പ്രശസ്തമായ സമൃദ്ധി ക്രമേണ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ദുശ്ചെയ്തികൾ തുടർന്നാൽ ബംഗാളിനെ ശക്തമാക്കുന്നതോ കമ്പനിയുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നതോ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് മിർ ഖാസിം എന്ന നവാബ് മനസ്സിലാക്കി. ആഭ്യന്തര കച്ചവടത്തിന്മേലുള്ള എല്ലാ നികുതികളും എടുത്തു കളയുക എന്നുള്ള ശക്തമായിട്ടുള്ള നടപടി അദ്ദേഹം കൈക്കൊണ്ടു. ഇങ്ങനെ ഇംഗ്ലീഷുകാർ ബലമായി പിടിച്ചെടുത്ത ആനുകൂല്യം പ്രജകൾക്ക് അദ്ദേഹം നൽകി. അങ്ങനെ വിദേശികളായ കച്ചവടക്കാർ തങ്ങൾക്കും ഇന്ത്യക്കാർക്കും ഇടയിൽ സമത്വം നൽകിയത് സഹിച്ചില്ല. അവർ ഇന്ത്യക്കാരായ കച്ചവടക്കാരുടെ മേൽ ചുങ്കങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് വീണ്ടും നവാബിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ യുദ്ധം ഏതാണ്ട് തുടങ്ങുന്ന അവസ്ഥയിലെത്തി. കാരണം മിർ ഖാസിമുമായിട്ട് ഒന്നിച്ചു പോകാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചില്ല. അങ്ങനെ ബംഗാളിൽ 2 യജമാനന്മാർ ഒന്നിച്ചു വാഴാൻ കഴിയില്ല എന്ന ഒരവസ്ഥയിലെത്തിച്ചേർന്നു. അങ്ങനെ സ്വതന്ത്രനായ ഭരണാധികാരിയാണെന്ന് മിർ ഖാസിം വിശ്വസിച്ചപ്പോൾ തങ്ങളുടെ കയ്യിലൊരു പാവയായിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിനോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടത്. കാരണം അവരാണല്ലോ അയാളെ അധികാരത്തിൽ കയറ്റിയത്, അതാണ് അവരുടെ ന്യായം. അങ്ങനെ 1763 തുടർച്ചയായ പോരാട്ടത്തിൽ മിർ ഖാസിം പരാജിതനാവുകയും അവധിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അദ്ദേഹം അവധിലെ നവാബായിട്ടുള്ള ഷുജതുദ്ദൗലയുമായിട്ട് അലഞ്ഞു തിരിയുന്ന മുഗൾ ചക്രവർത്തിയുമായിട്ടുള്ള ഷാ ആലം രണ്ടാമനുമായിട്ട് ചേർന്ന് സഖ്യമുണ്ടാക്കി. ഈ 3 സഖ്യങ്ങളും കമ്പനിയുടെ സൈന്യവുമായിട്ട് ബക്സർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് വെച്ചിട്ട് 1764 60-ലാണ് ഭരണത്തിൽ കയറുന്നത്. 64 യുദ്ധം നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 60 ഒക്ടോബറിലാണ് നമ്മൾ പറയുന്ന മിർ ഖാസിം ഭരണത്തിൽ കയറുന്നത്. 64 യുദ്ധം നടക്കുന്നു. 4 വർഷത്തെ ഭരണത്തിന് ശേഷം നമ്മൾ പറയുന്ന ബക്സറിൽ വെച്ചിട്ട് യുദ്ധം നടക്കുന്നതും ഒക്ടോബറിലാണ്. ഒക്ടോബർ 22 ഇവർ തമ്മിൽ യുദ്ധം നടക്കുന്നു. അങ്ങനെ തീർത്തും പരാജിതരാവുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ സൈന്യം. ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാന യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു
ഇത് രണ്ട് പ്രധാന ഇന്ത്യൻ ശക്തികളുടെ ഒന്നിച്ചു ചേർക്കപ്പെട്ട സൈന്യത്തിൻ്റെയും മേധാവിത്വം തെളിച്ചുകാട്ടി. അത് ബ്രിട്ടീഷുകാരെ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവയുടെ യജമാനന്മാരായി ഉറപ്പിക്കുകയും അവധി അവരുടെ കാരുണ്യത്തിലാവുകയും ചെയ്തു. അങ്ങനെ 1765 ഗവർണറായിട്ട് ബംഗാളിലേക്ക് മടങ്ങി വന്ന ക്ലൈവ് അധികാരത്തിനുള്ള അവസരം വിനിയോഗിക്കുകയും ക്രമേണ ഗവൺമെൻറ്റിൻ്റെ അധികാരം നവാബിൽ നിന്നും കമ്പനിയിലേക്ക് മാറ്റാനും തീരുമാനിച്ചു. 1763 ബ്രിട്ടീഷുകാർ മുർജാഫറിനെ നവാബായിട്ട് വീണ്ടും അവരോധിക്കുകയും കമ്പനിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഭീമമായിട്ടുള്ള തുക നൽകുകയും ചെയ്തു. അങ്ങനെ 63 അവധിലേക്ക് ഓടിപ്പോകുന്നത്. 64 വീണ്ടും മിർ ഖാസിമും അവധിലെ നവാബായിട്ടുള്ള ഷുജത്തുദ്ദൗലയും ഷാ ആലം രണ്ടാമൻ എന്ന മുഗൾ രാജാവും തമ്മിൽ സഖ്യം ഉണ്ടാക്കിയിട്ട് അവരും ഇംഗ്ലീഷുകാരും തമ്മിൽ യുദ്ധം നടന്നു. ബക്സറിൽ വെച്ചിട്ട് അതിൽ ഇവർ തോറ്റു, ഇംഗ്ലീഷുകാർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ അവർ 63 ഈ അവധിലേക്ക് ഓടിപ്പോയ സമയത്ത് മിർജാഫറിനെ തന്നെ വീണ്ടും നവാബായിട്ട് മാറ്റിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഭീമമായിട്ടുള്ള തുക പിടിച്ചെടുക്കുകയും ചെയ്തു മിർജാഫറിൽ നിന്നും. അങ്ങനെ മിർജാഫറിൻ്റെ മരണശേഷം രണ്ടാമത്തെ പുത്രനായിട്ടുള്ള നിസാമുദ്ദൗളയെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തെയും ഒരു പാവയായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ 1765 ഫെബ്രുവരി 20 പുതിയ ഉടമ്പടി ഈ മിർജാഫറിൻ്റെ മകനായിട്ടുള്ള നിസാമുദ്ദൗളയെ കൊണ്ട് അവർ പിടിവിച്ചു. ഈ പുതിയ ഉടമ്പടി പ്രകാരം നവാബ് സൈന്യത്തിൻ്റെ ഭൂരിഭാഗത്തെയും പിടിച്ചുവിടുകയും കമ്പനി നിർദ്ദേശിക്കുന്ന ഡെപ്യൂട്ടി സുബഹദാറിൽ കൂടി ബംഗാളിനെ വധിക്കുകയും ചെയ്യണം. അപ്പോൾ കമ്പനി ഉദ്ദേശിക്കുന്ന നിർദ്ദേശിക്കുന്ന ഒരു ഡെപ്യൂട്ടി ഭരണം നടത്തണം എന്നുള്ള രീതിയിലായി. അങ്ങനെ ബംഗാളിൻ്റെ അപ്പോൾ ഈ ഡെപ്യൂട്ടിയെ കമ്പനിയുടെ അംഗീകാരമില്ലാതെ തലസ്ഥാനത്തിൽ നിന്നും നവാബിന് മാറ്റാനും സാധിക്കില്ല. അങ്ങനെ കമ്പനിയുടെ അംഗീകാരമില്ലാതെ ഇയാളെ മാറ്റാൻ സാധിക്കില്ല എന്നൊരവസ്ഥയും വന്നു. ബംഗാളിൻ്റെ ഭരണത്തിന് നിസാമത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിസാമത്തിൽ കമ്പനി അങ്ങനെ പരമമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തു. കമ്പനിയുടെ ബംഗാൾ കൗൺസിലിലെ അംഗങ്ങൾ ഒരിക്കൽ 15 ലക്ഷത്തോളം രൂപ പുതിയ നവാബായിട്ടുള്ള നിസാമുദ്ദൗളയിൽ നിന്നും പിഴിഞ്ഞെടുത്തു. അപ്പോഴും പേരിന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലവനായിട്ടുള്ള ഷാ ആലം രണ്ടാമനിൽ നിന്ന് ബീഹാർ, ബംഗാൾ, ഒറീസ എന്നിവിടങ്ങളിലെ ദിവാനി എന്ന് പറഞ്ഞാൽ ഭൂനികുതി പിരിക്കാനുള്ള അവകാശമാണ്. അതും കമ്പനി കൈവശപ്പെടുത്തി. അങ്ങനെ ബംഗാളിന് മേലുള്ള നിയന്ത്രണം നിയമവിധേയമാക്കുകയും ഇന്ത്യയുടെ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള പ്രവിശ്യകളുടെ ഭൂനികുതി വരുമാനം ആജ്ഞയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പകരം കമ്പനി അദ്ദേഹത്തിന് 26 ലക്ഷം രൂപ ആനുകൂല്യമായിട്ട് നൽകി. ഷാ ആലം രണ്ടാമന് കോറ, അലഹബാദ് ജില്ലകൾ ഷാ ആലം രണ്ടാമന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇംഗ്ലീഷുകാരുടെ തടവുകാരനെ പോലെ 6 വർഷം ചക്രവർത്തി അലഹബാദ് കോട്ടയിൽ താമസിച്ചു. അവധിലെ നവാബായിട്ടുള്ള ഷുജത്തുദ്ദൗല യുദ്ധത്തിന് നഷ്ടപരിഹാരമായിട്ട് 5 ദശലക്ഷം രൂപ കമ്പനിക്ക് നൽകാൻ നിർബന്ധിതനായി. അതുപോലെ തന്നെ 2 കൂട്ടരും സഖ്യത്തിൽ ഒപ്പിടുകയും അതനുസരിച്ച് സഹായത്തിനെത്തുന്ന സൈന്യത്തിൻ്റെ സേവനങ്ങൾക്ക് പണമടക്കുന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ പിന്തുണക്കാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഈ സഖ്യം നവാബിനെ കമ്പനിയുടെ ആശ്രിതനാക്കിയിട്ട് മാറ്റി. ബംഗാളിൻ്റെ ഇരട്ട ഭരണം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ 1765 മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൻ്റെ യഥാർത്ഥ അധികാരിയായിട്ട് മാറി. സൈന്യത്തിനായിരുന്നു പ്രതിരോധത്തിനുള്ള പൂർണ്ണ നിയന്ത്രണം. കമ്പനിയുടെ കൈകളിലായിരുന്നു പരമമായിട്ടുള്ള രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്നത്. ആഭ്യന്തരവും പുറമേ നിന്നുള്ളതുമായിട്ടുള്ള സുരക്ഷയ്ക്ക് നവാബ് ബ്രിട്ടീഷുകാരെ ആശ്രയിച്ചിരുന്നു. ദിവാൻ എന്ന നിലയിൽ സുബഹദാറിനെ നിർദ്ദേശിക്കാനുള്ള അവകാശത്തിലൂടെ കമ്പനി നേരിട്ട് നിസാമത്ത് അഥവാ പോലീസ്, നീതിന്യായ ഭരണം എന്നിവ നിയന്ത്രിച്ചു. ഈ സംവിധാനം ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇരട്ട ഭരണം എന്നാണ്. നവാബിൻ്റെ പേരിന് വെച്ചിട്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഭരണം, ഇതിനാണ് ഇരട്ട ഭരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് വലിയ നേട്ടമായിരുന്നു ഇതിലൂടെ ഉണ്ടായിരുന്നത്. ഉത്തരവാദിത്വങ്ങളില്ലാതെ അധികാരം മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചു. കാരണം നവാബിന് ഉദ്യോഗസ്ഥർക്കും ഭരണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നില്ലെങ്കിലും അത് നിർവഹിക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ഭരണത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നു, പക്ഷേ നിർവഹിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ദുർബല വശങ്ങൾക്ക് ഇന്ത്യക്കാരെ പഴിചാരാം, എന്നാൽ അതിൻ്റെ നല്ല ഫലങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യാമെന്നുള്ള ഒരവസ്ഥ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. ബംഗാളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദുരന്തമായിരുന്നു. കാരണം കമ്പനിയും നവാബും അവരുടെ ക്ഷേമത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ചതേ ഉണ്ടായിരുന്നില്ല. കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് ബംഗാൾ മുഴുവനും ലഭിച്ചു. ജനങ്ങളുടെ മേലുള്ള അവരുടെ പീഡനം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തു. ക്ലൈവിനെ തന്നെ നമുക്ക് പറയാം. അരാജകത്വത്തിൻ്റെയും ചിന്താകുഴപ്പത്തിൻ്റെയും കൈക്കൂലിയുടെയും അഴിമതിയുടെയും പണം പിരിച്ചെടുക്കലിൻ്റെയും ഒരരങ്ങ് ഇതുപോലെ ബംഗാളിലല്ലാത്ത ഒരു ദേശത്തും കാണുകയോ കേൾക്കുകയോ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ മാത്രം പറയാം. ഇത്രയും അന്യായമായും പിടിച്ചു പറയിലൂടെയും ഇതുപോലെ സമ്പത്ത് വാരിക്കൂട്ടിയിട്ടുമില്ല. 3 ദശലക്ഷം പൗണ്ട് സ്റ്റെർലിംഗ് ഭൂനികുതി വരുമാനം ഉണ്ടാക്കുന്ന ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ 3 പ്രവിശ്യകൾ സുബഹദാറായി മിർജാഫറിനെ പുനഃസ്ഥാപിച്ച നാൾ മുതൽ കമ്പനി ഉദ്യോഗസ്ഥരുടെ പരിപൂർണ നിയന്ത്രണത്തിലായിരുന്നു. സൈനിക ഉദ്യോഗസ്ഥരും മറ്റുദ്യോഗസ്ഥരും നവാബ് മുതൽ ഏറ്റവും താണ സമീന്ദർ വരെ അധികാരവും സ്വാധീനവുമുള്ള ഓരോ മനുഷ്യനിൽ നിന്നും സംഭാവനകൾ പിഴിഞ്ഞെടുക്കുകയും പിരിച്ചെടുക്കുകയും ചെയ്തു. ഇത് പറഞ്ഞിട്ടുള്ളത് ക്ലൈവാണ് കേട്ടോ.
ക്ലൈവ് പറയുന്നത് ക്ലൈവാണ് ഏറ്റവും കൂടുതൽ അടിച്ചു മാറ്റിയൊരു ബ്രിട്ടീഷ് ജനറലാണ് ക്ലൈവ്. അങ്ങനെ മിർ ജാഫറിന് സത്യം പറഞ്ഞാലൊരു സ്വർണ്ണച്ചാക്കായിട്ട് തന്നെയായിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കമ്പനിയുടെ അധികാരികൾ സമൃദ്ധമായിട്ടുള്ള കൊയ്ത്ത് വാരി കൂട്ടുകയും ബംഗാളിൻ്റെ സമ്പത്ത് മുഴുവനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനും തുടങ്ങി. ഇന്ത്യയിലെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് പണം അയക്കുന്നത് നിർത്തി. പകരം ബംഗാളിൻ്റെ ഭൂനികുതി ഉപയോഗിച്ച് തന്നെ ഇന്ത്യയിലുള്ള സാധനങ്ങൾ വാങ്ങുകയും വിദേശത്ത് വിൽക്കുകയും ചെയ്തു. കമ്പനിയുടെ നിക്ഷേപം എന്നത് അറിയപ്പെട്ടത് ഇത് ലാഭത്തിൻ്റെ പങ്കായിട്ട് കമ്പനിക്ക് ലഭിച്ചു. ബ്രിട്ടീഷ് സർക്കാർ ധനിക സമ്മാനത്തിൻ്റെ പങ്ക് ആഗ്രഹിച്ചു ചെയ്തു. 1766, 67, 68 വർഷങ്ങളിൽ മാത്രം 5.7 ദശലക്ഷം പൗണ്ട് ബംഗാളിൽ നിന്നും കടത്തി. ഇരട്ട ഭരണത്തിൻ്റെ ദുഷ്ചെയ്തികളും ധനത്തിൻ്റെ ചോർച്ചയും ദാരിദ്ര്യത്തിനും തളർച്ചയ്ക്കും കാരണമായി. 1770 ബംഗാളിൽ ഒരു ക്ഷാമം അനുഭവപ്പെട്ടു. മനുഷ്യ ചരിത്രത്തിൽ അറിവായിട്ടുള്ള ഏറ്റവും ഭയാനകരമായിട്ടുള്ള ക്ഷാമങ്ങളിൽ ഒന്നാണ് 1770 ബംഗാളിൽ ഉണ്ടായിരുന്ന ക്ഷാമം. അത് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനിടയായി. ബംഗാളിലെ 1/3 ജനങ്ങൾ അതിൻ്റെ നാശത്തിൽപ്പെട്ടു. മഴയുടെ കുറവ് കൊണ്ടാണ് ഇത്തരം ക്ഷാമം തുടങ്ങിയതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫലം ഇത്രക്കും തീവ്രമാവാൻ കാരണം കമ്പനിയുടെ നയങ്ങൾ മാത്രമാണ്.